സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് നമ്മുടെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലത്ത് നമ്മുടെ സഹോദരിമാരുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇന്ന് രാത്രികാലം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവസഭയ്ക്കും ഏറ്റവും അനുഗ്രഹമായി ഇന്ന് രാത്രികാലത്ത് മീറ്റിംഗ് തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവസഭയിലെ ദേവദാസന്മാരെ, കുടുംബങ്ങളെ, പാസ്റ്റർ കുടുംബത്തെ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസി ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം പ്രത്യേകാലം നമ്മുടെ കെനസ് ബ്രദർ US കടന്നു പോകുന്നല്ലോ. അദ്ദേഹത്തിന്റെ വഴിയാത്രയിലും ഗ്രാജുവേഷൻ സെറമണിയും ഒക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാനും സന്തോഷത്തോടെ മടങ്ങി വന്ന് പിന്നെയും ഒന്നിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഡേവിഡ് ജോൺസൺ ഈ ദിവസങ്ങളിൽ ബോർഡ് എക്സാം നടക്കുന്ന പൈതലിന് ഇന്ന് 2 എക്സാം കഴിഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിലെയും ബോർഡ് എക്സാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നല്ല റിസൾട്ട് പൈതലിന് കൊടുക്കേണ്ടതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ സുരേഷ് ബ്രദർ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വട്ടം ആൻജിയോപ്ലാസ്റ്റി നടക്കുവാനിടയായി തീർന്നു. പിന്നെ അടുത്ത ചെക്കപ്പിലും പറയുവാനിടയായി തീർന്നു 80% ബ്ലോക്കുള്ള ഒരു പ്രയാസവും കൂടി ഉണ്ട്. അതിന് ഒരു ട്രിപ്പും കൂടെ ട്രീറ്റ്മെന്റിന് കടന്നു പോകണമെന്ന് പറയുവാനിടയായി തീർന്നു. ആ കാര്യങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സുരേഷ് ബ്രദറിന് ദൈവം പൂർണ്ണമായി വിടുതൽ കൊടുക്കേണ്ടതിന് വേണ്ടി സഭയുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന. കഴിഞ്ഞ നാളുകളിലെല്ലാം കുടുംബത്തിന്റെ രോഗങ്ങളിലും കഷ്ടങ്ങളിലെല്ലാം അവർക്ക് വിടുതൽ കൊടുത്തു. പിന്നെ ഇന്ന് രാത്രി കാലം നമുക്ക് സുരേഷ് ബ്രദറിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ നമ്മൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പ്രത്യേകിച്ച് സമയത്തെ വേർതിരിക്കുന്നില്ല. വാത്സല്യ മിജി ആന്റി നമ്മളോടൊപ്പം ഉണ്ടല്ലോ. ആന്റിയിൽ നിന്ന് നമുക്കിത് കൂടുതൽ സമയം മെസ്സേജുകൾ ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി കാലത്തെ മെസ്സേജ്, ഇന്ന് രാത്രി കാലം ക്രിസ്ത്യൻ പേരന്റിങ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് ആന്റി സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളെല്ലാവരും അമ്മമാരാണ് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ, തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രത്യേകം ദിവസസന്നിധി പ്രാർത്ഥിക്കാം. ആന്റിയെ ദൈവം അതിനായി ഇന്ന് രാത്രി കാലം ശക്തമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. ആദ്യോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മളായിരിക്കുന്ന ഭവനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് വാത്സല്യ അസ്മിത ആന്റി ഇപ്പോൾ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സർവ്വപിതാവേ, രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ ലേഡീസ് മീറ്റിംഗ് ആയി കർത്താവെ ഞങ്ങളുടെ സന്നിധി കൂടുവാൻ തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സോ മീറ്റിംഗ് ആണെങ്കിലും കർത്താവെ ഞങ്ങൾ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവെ ദൈവമേ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് സ്പെഷ്യൽ മീറ്റിംഗ് ആയി കർത്താവെ എങ്ങനെ കൂടുവാൻ സഹായിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ ലീഡ് ചെയ്യുന്ന കർത്താവെ ഏജൻസീസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ എന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്റെ മക്കളെയും കർത്താവെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ വിശ്വസിന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ കെനസ് കർത്താവ് എന്ന യാത്ര ചെയ്യുന്നല്ലോ കർത്താവെ, പ്രവേദനോട് കൂടി ഇരിക്കുന്ന കർത്താവെ, ദൈവമേ ഗ്രാജുവേഷനൊക്കെ അനുഗ്രഹമായിരിക്കാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്രമിച്ച് കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മറ്റു കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ സുഖമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ ദൈവമേ സുരേഷ് ബ്രദറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ ഒരു പരിപൂർണമായ സൗഖ്യം കർത്താവിന്റെ ദാസമേ കൊടുക്കണേ. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റു കുഞ്ഞുങ്ങൾ കർത്താവെ ക്ലൈമറ്റിന്റെ അസ്വസ്ഥയാൽ കർത്താവെ സുഖമില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങൾ ഫാമിലീസ് ഉണ്ടല്ലോ കർത്താവെ, അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ പ്രത്യേകിച്ച് കർത്താവെ എക്സാമിൽ തന്നെ ഡേവിഡിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെ കർത്താവെ പുതിയ ജ്ഞാനത്തെയും കർത്താവെ അങ്ങ് പ്രകാശിപ്പിച്ച് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കുമാറാവണേ. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ തരുന്ന കർത്താവെ, ശരീരത്തെ ബലഹീനതയായിരിക്കുന്ന സഹോദരിമാരുണ്ട് കർത്താവെ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കുമാറാവണേ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മീറ്റിംഗും അനുഗ്രഹമായിരിക്കാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് കർത്താവെ ദൈവമേ വചനത്താവെ ദൈവമേ ഞങ്ങളോട് കർത്താവെ സംസാരിക്കുന്ന കർത്താവെ, ദൈവമേ വചനത്തു കൂടെ കർത്താവെ നിന്റെ ദാസി കർത്താവെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് അതൊരു അനുഗ്രഹം വിടുതലുമാക്കി തരുന്ന കർത്താവെ, വിജയ പ്രത്യേകിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന കർത്താവെ, കൃപയോടെ കർത്താവെ ദൈവമേ ഞങ്ങളെ മുന്നേ കർത്താവെ ദൈവമേ ദാസി നിൽക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഒരു അനുഗ്രഹം വിടുതലുമാക്കി തരണേ. കർത്താവെ, എല്ലാ കുടുംബത്തിലും ഒരു അനുഗ്രഹമാക്കി തീർക്കണേ. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവില് കർത്താവെ ഞങ്ങളെ മറക്കുമാറാവണേ. കർത്താവെ, എല്ലാ പ്രാർത്ഥന വിഷയം ഈ കർത്താവെ സോ മീറ്റിംഗിൽ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ എന്റെ അപ്പച്ചൻ കർത്താവെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തന്ന് സഹായിക്കുമാറാവണേ. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ, അവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെയും കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്റെ അപ്പച്ചൻ പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ആമേ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ സഹോദരിമാരുടെ മീറ്റിംഗായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാത്സല്യം വാത്സല്യ മിജി ആന്റി, വാത്സല്യ പാസ്റ്റർ അമ്മച്ചി, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാര്, പ്രിയപ്പെട്ടവരെ, മാതാക്കള്, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എല്ലാ സുഖത്തിലെ പശ്ചാത്തലം നമ്മളെ എല്ലാവരെയും സൂക്ഷിച്ചു, പരിപാലിച്ചു, ആപത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരിപ്പാ സുഖത്തിലെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മിജി ആന്റിയെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തണ്ടല്ലോ. ഇന്ന് രാത്രികാലം മിജി ആന്റിയോടൊത്തായിരിക്കുന്നതിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ വാത്സല്യ കുടുംബമായിട്ട് ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കാൻ, സ്നേഹിപ്പാൻ, സഹകരിപ്പാൻ, ഒന്നിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ ഒക്കെ സുഖത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഇങ്ങനെ ഒന്നിച്ച് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. വാത്സല്യ ആന്റിയെ കുടുംബമായി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേക കുടുംബങ്ങൾക്ക്, അനേക കുഞ്ഞുങ്ങൾക്ക്, ഈ തലമുറയിൽ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന, കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം തുടർന്നുള്ള സമയങ്ങള് ദൈവവചനത്തിൽ നിന്ന് വാത്സല്യ മിജി ആന്റി സംസാരിക്കും. അതിനായി പ്രിയ ആന്റിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാമല്ലോ? ഓക്കെ, താങ്ക് യു ഗ്ലാൻസി. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ജിൻസി സിസ്റ്റർ, ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ അമ്മച്ചി, ഇനിയും പേര് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്, എന്നാലും എടുത്തു പറഞ്ഞോട്ടെ. റോസമാൻഡി, ഉഷമാമ, സ്മിത സിസ്റ്റർ, ഈ ദൈവദാസിമാർക്കും എന്നെ കേൾക്കുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്, ഇവിടെ ഈ മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സ്നേഹിക്കുന്ന എല്ലാ എൻ്റെ സിസ്റ്റേഴ്സും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ചർച്ചിലാണ് ഞാൻ വളർന്നത്, ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ എന്നെ ആത്മീയത്തിൽ വളർത്തിയവരോടും അവരുടെയൊക്കെ അവരുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അപ്പം പാസ്റ്റർ ആൻഡി, എന്നെ കേൾക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന് ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു, സഭയോട് നന്ദി അറിയിക്കുന്നു. നമുക്ക് അധികം സമയമില്ല, ഞാൻ ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോയ ഒത്തിരി ഓടിച്ച് പറയേണ്ട വരും. അതുകൊണ്ട് വളരെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഞാനിത് ഇതൊരു ഡിസ്കഷൻ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക്ക് ക്രിസ്ത്യൻ പേരന്റിങ് ആണ്, അല്ലെ? അപ്പോ ക്രിസ്ത്യൻ പേരന്റിങ്ങിന് നമുക്കറിയാം, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. എന്നാൽ ഞാൻ ഇതിനകത്ത് അല്പം സൈക്കോളജിക്കലി കൂടെ പഠിച്ചത് കാരണം അതും കൂടെ കൂട്ടിയാണ് പറയുന്നത്. എല്ലാ പ്രിൻസിപ്പിൾസും ഡെഫിനറ്റ്ലി അത് ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോ നമുക്ക് ഒന്ന് തുടങ്ങാം. നമ്മുടെ ബൈബിൾ ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു നല്ല കുറെ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ്, അല്ലെ? നമ്മുടെ ബൈബിൾ, ദൈവവചനം. ആ വചനത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു പിതാവിന്റെയും മക്കളുടെയും റിലേഷൻഷിപ്പ്, അല്ലെ? ആ ഒരു ബന്ധം. അതുപോലെ മണവാളനും മണവാട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, സിബ്ലിങ്സ് തമ്മിലുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക, അവരുടെ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുമ്പം ബൈബിൾ മൊത്തമായിട്ട് നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ്, സ്പെഷ്യലി ഒരു ഫാദർ ചിൽഡ്രൻ റിലേഷൻഷിപ്പ് നന്നായിട്ട് നമുക്ക് ഇവിടെ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ നമുക്ക് ഇന്നിപ്പം അപ്പൻ മക്കൾ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ദൈവവചനം വായിക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേരന്റിങ് വേഴ്സ് എന്താണ് ബൈബിളിൽ നിന്നുള്ളത്? പലരുടെയും മുഖങ്ങളൊന്നും കാണുന്നില്ല, എന്നാലും ഞാൻ ചോദിക്കുന്നത്, എന്നാലും ഞാൻ മാത്രം സംസാരിച്ചത് ഭയങ്കര ബോറായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വേഴ്സ് ഉണ്ടോ ബൈബിളിൽ നിന്ന് കാണിക്കാൻ? ഞാൻ ഇന്ന ബേസിസിൽ ഇതാണ് എന്നെ ഏറ്റവും ഡ്രൈവ് ചെയ്തിട്ടുള്ള, എന്റെ പേരന്റിങ്ങിൽ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വേഴ്സ് എന്ന് പറയാൻ നിങ്ങൾക്കുണ്ടോ? നമുക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ വേഴ്സസ് ഉണ്ട്, അല്ലെ?
ഞാന് ചിലരോട് ചോദിക്കുമ്പം അവര് പറയും നല്ല വടിയൊക്കെ കൊടുത്ത് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു ഭയങ്കര വേഴ്സാണ് അല്ലെ? അങ്ങനെ ആ വേഴ്സിനെ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുന്നവർ ഇവിടെയും ഉണ്ടോ? നല്ല വടി കൊണ്ട് അടിച്ചാൽ ചത്തുപോകത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രത്യേകം സന്തോഷിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ഇന്നിപ്പോ ഇവിടെ ഒരു വാക്യം വായിക്കാം, ഞാൻ തന്നെ വായിക്കാം. നമുക്ക് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സസ് 4 to 9 വായിക്കാം. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീടിന്റെ കട്ടലുകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. ഈ വാക്യം നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വാക്യമല്ലേ? നമ്മുടെ പേരന്റിങ് സ്റ്റൈലില് നോക്കിക്കേ, ഇവിടെ കർത്താവ് ദൈവം വളരെ സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് പറയാണ്, ഞാൻ ഈ പറയുന്ന വചനങ്ങൾ അല്ലെ ഈ കൽപ്പനകൾ, ഞാൻ ഈ പറയുന്ന ഉപദേശങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ മക്കളോടും പറയണം അല്ലെ? മക്കളോടും പറയണം. അതെങ്ങനെ പറയണം എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പേരന്റിങ്ങിൽ അവിടെ ഇവിടെ ഇച്ചിരി തെറ്റിപ്പോകുന്നത്. ആക്ച്വലി ഞാൻ ഇപ്പൊ പറഞ്ഞ പോലാണോ കർത്താവ് പറഞ്ഞേക്കുന്നത്? ദൈവം അവിടെ യഹോവ പറഞ്ഞേക്കുന്നത് അങ്ങനാണോ? യഹോവ പറഞ്ഞത് ആദ്യമേ ഈ വചനം നിങ്ങൾ കേൾക്കണം, എന്നിട്ട് അതാദ്യമേ നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ ഇംപ്രസ് ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അത് ഇരിക്കണം. അത് ഇരുന്നതിന് ശേഷം മാത്രമേ നമുക്കിത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ള റൈറ്റ് ഉള്ളൂ അല്ലെ? അപ്പോ ഇവിടെ മുതൽ നമ്മളൊന്ന് തുടങ്ങിയാൽ, ഈ ഒരു ഭാഗം മുതൽ നമ്മൾ തുടങ്ങിയാൽ എന്ന് വെച്ചാൽ ദൈവം എന്താണ് ആക്ച്വലി നമ്മുടെ അടുത്ത് പറയുന്നത്? നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ പറയുന്നത് എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ളതും നമ്മൾ അവരെ കാണിക്കുന്നതുമായിട്ടുള്ളത് ആയിരിക്കണം. നമ്മുടെ സംസാരവും എല്ലാം നമ്മുടെ പ്രവൃത്തികൾ ഉള്ളതും കൂടെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഈ ധൃതി വെച്ച് നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് അത് ചെയ്യ ഇത് ചെയ്യ അത് ചെയ്യ നമ്മളങ്ങ് പറയുന്ന ധൃതിയില്ല. നമുക്കറിയത്തില്ല നമ്മുടെ അകത്ത് ഇത് ഇല്ലെന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വടി കൊണ്ട് അടിച്ചാൽ അടിച്ച് ട്രെയിൻ എ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വടി കൊണ്ട് അടിക്കാം എന്നുള്ള ആ ഒരു ഈസി മെത്തേഡ് നമ്മൾ പലപ്പോഴും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളോടത് ഉപയോഗിക്കാറുമുണ്ട്. സോ നമ്മുടെ ഒരു പാറ്റേൺ ഓഫ് പേരന്റിങ്, ക്രിസ്ത്യൻ പാറ്റേൺ ഓഫ് പേരന്റിങ് എന്ന് പറഞ്ഞാല് you sit with them, you talk to them, you teach them, you advise them, you walk with them, you lie down with them, you wake up with them, അവരുടെ കൂടെ കിടക്കുക, എഴുന്നേക്കുക, നടക്കുക, സംസാരിക്കുക. ഈ സംസാരം എന്നുള്ള വാക്ക് ഇതിനകത്തില്ലയോ? ഇരിക്കുക എന്നില്ലയോ? അവരോട് എഴുന്നേക്കുക, ഉണരുക, ഇതെല്ലാം ഉണ്ട്. ആൻഡ് എഴുതുക എന്ന് വെച്ചാൽ പഠിക്കുക. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ദൈവം തന്റെ മക്കളോട് പകർന്നു തന്നപ്പം ഇങ്ങനെയൊക്കെയാ പകർന്നു തന്നത് നമുക്ക് അല്ലെ? നമ്മുടെ മക്കളോട് നമുക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളോട് ഇങ്ങനെ കൊടുക്കേണ്ടത്. എന്നാൽ നമുക്ക് ഇപ്പം ഇതിവിടെ നിർത്തിയേക്ക്. നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റിംഗ് പേരന്റിങ് സ്റ്റൈൽസും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഇതും കൂടെ ഈ വശവും കൂടെ ഒന്ന് കേൾക്കണം. അപ്പോ എക്സിസ്റ്റിംഗ് പേരന്റിങ് പാറ്റേൺസ് ഉണ്ട്, വിച്ച് നമ്മളെല്ലാം ആ രീതിയിലാണ് പിള്ളേരെ വളർത്തിയേക്കുന്നത്. അതായത് നമ്മൾ കണ്ടതും നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തിയ രീതിയും നമ്മൾ കേട്ടതും അനുഭവിച്ചതും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി. ആരും നമ്മളെ പഠിപ്പിച്ചതൊന്നുമില്ലല്ലോ, അങ്ങനെ വേണം ഇങ്ങനെ വേണം. നമ്മളെ പഠിപ്പിക്കാൻ ആരുമില്ല. ഇങ്ങനെ പേരന്റിങ് ക്ലാസ്സസ് ഒക്കെ എത്ര അമ്മച്ചിമാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അവരൊക്കെ നല്ലതായിട്ട് മക്കളെ വളർത്തിയിട്ടുമുണ്ട്. അപ്പൊ നമുക്കൊന്ന് കാണാം എന്താണ് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേരന്റിങ് സ്റ്റൈൽസ്. അത് പലർക്കും അത് അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാല് അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹിറ്റ്ലറിനെ അറിയാത്ത ആരുമില്ലല്ലോ. ഹിറ്റ്ലറിന്റെ പരിപാടി എന്തുവായിരുന്നു? പുള്ളി കുറെ കമാൻഡ് ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം അതെന്ത് ചെയ്യണം? അനുസരിക്കണം അല്ലേ? എന്ന് വെച്ചാ ഒരു പോലീസ് മുറയാകാം,
ഉണ്ടല്ലോ, പേടിപ്പിച്ച് നിർത്തുന്നതാകാം. നമ്മൾ കൽപ്പിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ചെയ്തോണം. അത് സാഹചര്യം നമുക്ക് പ്രശ്നമല്ല, മറ്റു കാര്യങ്ങളൊന്നും പ്രോബ്ലം അല്ല, കൊച്ചിന്റെ ഫീലിങ്സ് നമുക്ക് പ്രശ്നമല്ല. ഞാൻ പറയുന്നത്, ഞാൻ അപ്പനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ പറയുന്നിടത്ത് നിന്നോണം എന്നും പറഞ്ഞ് അനുസരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിടിവാശിയിൽ പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് തെറ്റും ശരി ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ നമുക്ക് ഉള്ള ചിന്ത ഇതാണ്, അതനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ അവരോട് കൽപ്പിക്കും, അവരത് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ച് അവന്റെ ഫീലിങ്സിനോ ഒന്നും ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കില്ല. എല്ലാം ഒരു ഫ്രീഡം അവിടെ ഒട്ടുമില്ല. എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ പാരന്റിങ്. ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലായി കാണല്ലോ, അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ പലപ്പോഴും നമ്മൾ പലരും അങ്ങനെ ആയിരിക്കാം. എനിവേ, അടുത്തത് പറഞ്ഞാല് പെർമിസീവ്. ഞാൻ പലപ്പോഴും പറയാം, എൻ്റെ ഒരു പാരന്റിങ് ഒക്കെ ആ തരത്തിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അയ്യോ, പിള്ളേരല്ലേ, കൊച്ചല്ലേ, കുഞ്ഞല്ലേ, അവിടെ വരെ ഒന്ന് പോണോന്നല്ല പറഞ്ഞല്ലോ, അങ്ങ് വിട്, അവള് പോട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടല്ലോ, അവൾ ഇച്ചിരി ലീനിയന്റ് ആയിട്ട് നമ്മൾ വിടും. അത് കംപ്ലീറ്റ്ലി തെറ്റാന്നുള്ളതല്ല. അവിടെ ഫ്രീഡം വിത്തൗട്ട് ലിമിറ്റ്സ് ആയി പോകുന്നു. ഉണ്ടല്ലോ, നമുക്കൊരു ലിമിറ്റ് നമുക്ക് ആവശ്യമാ, ഒരു ബൗണ്ടറി നമുക്ക് ആവശ്യമാ. അപ്പൊ ഇവിടെ ആദ്യത്തേന് നമ്മൾ കണ്ട അവർക്ക് ഫ്രീഡം എന്ന് പറയുന്നതേ ഇല്ല. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീഡം വളരെയധികം ഉണ്ട്. ആൻഡ് ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒട്ടും ക്ലാരിറ്റി ഇല്ല അതിനകത്ത്. ഇന്ന് പറയുന്ന പോലല്ല നാളെ പറയുന്നത്. ഇന്ന് ഞാൻ നോ പറയാം, നാളെ ഞാൻ അതേ വിഷയത്തിന് യെസ് പറയാം. യുനോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് നമ്മളിങ്ങനെ ചാടിക്കളിക്കുന്നതാണ്. അങ്ങനത്തെ പേരന്റിങ് ആണ് പെർമിസീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒന്നുണ്ട്, നെഗ്ലക്ട്ഫുൾ. നമ്മുടെ ഇടയിൽ അധികം അത് കാണാറില്ല. കാരണം നമ്മുടെ ഇടയിൽ അധികം കാണാറുള്ള, നമ്മൾ കൊച്ചിനെ പിടിച്ചു വെച്ച് നമ്മുടെ രീതിയിലേക്ക് വഴങ്ങി അവനെ അങ്ങനെ ട്രെയിൻ ചെയ്തുണ്ടല്ലോ, അങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു പരിപാടിയെ നമുക്ക് അധികം കാണാറുള്ളൂ. നമ്മുടെ ഇടയിൽ തീരെ നോക്കാതെയും ശ്രദ്ധിക്കാതെയും എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, പഠിക്കുവോ പഠിക്കാതിരിക്കുവോ, എന്തെങ്കിലും റിവാർഡ്സ് കിട്ടുവോ കിട്ടാതിരിക്കുവോ, സ്കൂളിൽ പോകുവോ പോകാതിരിക്കുവോ, രാത്രി വീട്ടിൽ വരുമോ വരാതിരിക്കുവോ, എന്താണെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞോളൂ. നെഗ്ലക്ട്ഫുൾ, അത് ആ മീനിങ്ങിന്റെ, ആ വേർഡിന്റെ മീനിങ് തന്നെ അറിയാലോ, നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു പാരന്റിങ് ഉണ്ട്, അതോറിറ്റേറ്റീവ്. ആദ്യത്തെ അതോറിറ്റേറിയൻ ആയിരുന്നു, അടുത്തത് അതോറിറ്റേറ്റീവ്. അപ്പം ഈ സൈക്കോളജിസ്റ്റ് എല്ലാം പറയുന്ന അവരുടെ സ്റ്റഡീസ് പ്രകാരം അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ് ഏറ്റവും ബെസ്റ്റ് പാരന്റിങ്. ബിക്കോസ് അവിടെ ഫ്രീഡം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രീഡം ഉണ്ട്, ലിമിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലിമിറ്റ്സ് ഉണ്ട്. അവിടെ യെസും നോയും എല്ലാം വെരി ക്ലിയർ ആണ്. അവിടെ ബൗണ്ടറീസ് വെരി ക്ലിയർ ആണ്. അവരെന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതെല്ലാം വളരെ ക്ലിയർ ആണ്. അവിടെ കുഞ്ഞിന് അവന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. അവിടെ അത് അലൗ ചെയ്യും. അവന്റെ ഫീലിങ്സിന് അവിടെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്, അതവിടെ അലൗ ചെയ്യും. കുഞ്ഞിനെ കേൾക്കാനും കുഞ്ഞിന്റെ നന്മ അനുസരിച്ച് പാരന്റിങ് സ്റ്റൈല് മൂവ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ എല്ലാം ചെയ്യുന്ന അങ്ങനത്തെ ഒരു പാരന്റിങ് ആണ് അതോറിറ്റേറ്റീവ്. വിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇപ്പൊ ഇത്രയും പേരൻസ് ഉണ്ടല്ലോ, നമുക്കറിയാലോ നമ്മൾ എങ്ങനെയൊക്കെയാ കുഞ്ഞുങ്ങളെ വളർത്തിയെന്നുള്ളത്, അല്ലേ? അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. എന്നാലും അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് പൊതുവെ കാണുന്നത്. എന്നാൽ ഇതെല്ലാമായിരുന്നു പാരന്റിങ് സ്റ്റൈൽസ്. പക്ഷെ ഇപ്പോ നമ്മുടെ ഈ ജനറേഷനില് ഇപ്പോഴത്തെ പാരന്റിങ്ങില് വളരെയധികം പുതിയ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലേ? നമ്മുടെ ജീവിത രീതികൾക്ക്, നമ്മുടെ ഭക്ഷണ രീതികൾക്ക് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയില്ലേ? സോഷ്യൽ മീഡിയ വോട്ടെവർ അതെല്ലാം ആയതുപോലെ നമ്മുടെ പാരന്റിങ് സ്റ്റൈല് പോലും നമ്മൾ അറിയാതെ ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് നടന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ബുൾഡോസർ പാരന്റിങ്. അത് നിങ്ങൾക്ക് അറിയാം എന്തുവാണെന്ന്? ബുൾഡോസറിന്റെ പണി എന്താണ്? എന്തുവാ? ഞാൻ മാത്രം സംസാരിക്കാം, ഒരാളൊന്ന് പറ. ഒരു ബുൾഡോസർ എന്തുവാ ചെയ്യുന്നേ? കുത്തി ഇളക്കും. കുത്തി, അത് തന്നെ ഉഷ്മാമെ, കുത്തി ഇളക്കി മറിച്ച് എന്റെ കുഞ്ഞ് ഇതിൽ കൂടെ പോകാൻ പാടില്ല, ഞാൻ അവൻ എല്ലാ വഴിയും നിരപ്പാക്കി കൊടുക്കും. അയ്യോ, ഇതെല്ലാം മാറ്റി, ആ ബ്ലോക്സ് മാറ്റി, ഈ ബ്ലോക്സ് മാറ്റി, എന്റെ കുഞ്ഞെല്ലാം ഇപ്പോഴും അവന് ഒരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യാൻ പാടില്ല, അവനെല്ലാം പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി മാറ്റി ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല. കാരണം അവിടെ അതിന് മുമ്പേ പേരൻസ് ചെന്ന് എല്ലാം ക്ലിയർ ആയി, അവനൊന്നും അറിയണ്ട, ഓർ അവളൊന്നും അറിയണ്ട. അങ്ങനത്തെ ഒരു പാരന്റിങ്. അതിന് സ്നോ പ്ലൗയിങ് പാരന്റിംഗ് എന്നും പറയും. വഴി ഒരുക്കി കൊടുക്കുക ഉണ്ടല്ലോ, വഴിയിലെ ദുർഘടങ്ങളെല്ലാം മാറ്റി കൊടുക്കുക എന്നുള്ളൊരു പാരന്റിങ്. അടുത്ത ഒന്നുണ്ട് ഹെലികോപ്റ്റർ പാരന്റിങ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെലികോപ്റ്റർ പാരന്റിങ്. അതെന്തുവാ ചെയ്യുന്നേ? ഹെലികോപ്റ്റർ എന്തുവാ ചെയ്യാറുള്ളത്? അത് ആർക്കെങ്കിലൊക്കെ ഒന്ന് പറയാം. ഞാൻ മാത്രം സംസാരിച്ചോണ്ട് ഒരു രസവും ഇല്ലെന്നേ. ഒന്ന് പറ.
ഗ്ലാൻസ് ചെയ്യ് കുഞ്ഞെ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നേ, പറ. ഒരു ഹെലികോപ്റ്റർ പാരന്റിങ്, ഹെലികോപ്റ്റർ എന്തുവാണ് ചെയ്യുന്നേ? നമ്മളെ ആ ആകാശത്ത് എടുത്തോണ്ട് പോവല്ലേ? ആ ഹെലികോപ്റ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇരിക്കും അല്ലേ? എന്ന് വെച്ചാ ഹോവറിങ് അറൗണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മേളില് എപ്പോഴും ഒരു കണ്ണുണ്ട്. എന്ന് വെച്ചാൽ മൈക്രോ മാനേജിങ് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തിനും ഏതിനും. ആരോടെ കൂട്ടുകൂടണം, ആരോടെ കൂട്ടുകൂടരുത്, എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇരിക്കണം, ഉണ്ടല്ലോ, എല്ലാത്തിനും കൺട്രോളാണ്. എല്ലാം അവർ തീരുമാനിക്കും. ഏത് കോഴ്സ് എടുക്കണം, എവിടെ പഠിക്കണം, ആരോട് കൂട്ടുകൂടണം, ഉണ്ടല്ലോ, ഇതിനകത്തെല്ലാം അവരിങ്ങനെ മൈക്രോ മാനേജ് ചെയ്ത് ഏത് നേരവും കുഞ്ഞുങ്ങളുടെ ചുറ്റിനും കാണും. അവര് അമ്മ ഒന്ന് പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തു പോകുമ്പോൾ ഉടനെ അവരുടെ വാലെ പിടിച്ചു പോകും. ആ സമയത്ത് അവരുടെ മുറിയിൽ കയറി എല്ലാം തപ്പും, അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും, ഉണ്ടല്ലോ, എല്ലാം കണ്ടുപിടിക്കുക. അവരുടെ ഫേസ്ബുക്കിൽ കയറുക, അവരറിയാതെ തന്നെ പാസ്വേഡ് കണ്ടുപിടിക്കുക, ഫേസ്ബുക്കിൽ കയറുക, പറ്റുന്നവർക്കെല്ലാം അവർ തന്നെ മെസ്സേജ് ഒക്കെ അയച്ച് എല്ലാം ശരിയാക്കി വെക്കുക. ഇങ്ങനെയുള്ള ഭയങ്കരമായ ഇടപെടൽ, അധികമായിട്ടുള്ള ഓവർ ഡൂയിങ് ആണ് ഈ ഒരു ഹെലികോപ്റ്റർ പേരന്റിങ് എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെയുമുണ്ട്. നൗ ഇനിയും പല പല പേരന്റിങ് വേറെ പുതിയ ഇനിയും വരാനിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പേരൻസ് ഉണ്ടല്ലോ, അവരൊക്കെ ഇനി ഒരു 3-4 വർഷം കഴിയുമ്പോൾ പുതിയ പുതിയ പേരന്റിങ് സ്റ്റൈൽസ് അവർ കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്കത് ഒരു 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോ ഇനി ക്രിസ്ത്യൻ പേരന്റിങ് എന്താണ്? നമ്മൾ ക്രിസ്ത്യൻ പേരന്റിങ്, നമ്മളിപ്പോ പല പേരന്റിങ് കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്ത്യൻ പേരന്റിങ് കുറച്ചുകൂടെ, ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ പേരന്റിങ് ഒരു കോൺഷ്യസ് പേരന്റിങ് ആണ്. കോൺഷ്യസ്ലി യു പേരന്റ് എന്ന് വെച്ചാൽ വി ആർ വെരി മച്ച് അവെയർ നമ്മുടെ കുഞ്ഞാരാണെന്ന്. നമ്മുടെ കുഞ്ഞ് ദൈവത്തിന്റെ ദാനമാണെന്ന് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞിന് ചില കഴിവുകളും കുറവുകളും ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞിന് ദൈവത്തിന്റെ ഒരു പേർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണ് എൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ തന്നിരിക്കുന്നു എന്ന് അറിയാം. നല്ല വ്യക്തമായിട്ട് അറിയാം. അവനൊരു ഐഡന്റിറ്റി ഉണ്ട്, ആ കുഞ്ഞിനൊരു ഐഡന്റിറ്റി ഉണ്ട് എന്നെല്ലാം അറിഞ്ഞ് കോൺഷ്യസ്ലി, കേട്ടോ. പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ രീതിയിലുള്ള ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ വീണ്ടും ആ കുഞ്ഞിനെ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പം ഇങ്ങനെ സംസാരിക്കാം, ഇപ്പോഴിങ്ങനെ ഇടപെടാം എന്നൊക്കെ പറഞ്ഞ് കോൺഷ്യസ് പേരന്റിങ്, അതിനൊരു ചെറിയ എഫേർട്ട് എടുക്കും. എഫേർട്ട് അതിന് ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു കോൺഷ്യസ് പേരന്റിങ് ചെയ്യുന്നതാണ്. ദൈവം തന്ന കുഞ്ഞാണ് ഞാൻ, ആ കുഞ്ഞിനെ എപ്രകാരം വളർത്തുന്നുള്ളത് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിനോട് ആലോചന ചോദിച്ച് നമ്മൾ അതിൻ പ്രകാരം ഒരു കുഞ്ഞിനെ വളർത്തുന്നു. അത് കോൺഷ്യസ് പേരന്റിങ് എന്ന് പറയും. ഈ കോൺഷ്യസ് പേരന്റിങ് നമ്മൾ ചെയ്യുമ്പോഴും എല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെയുള്ള പ്രയാസങ്ങളും എല്ലാം നമുക്കും ഉണ്ട്. അതെല്ലാം നമ്മൾ ആ കോൺഷ്യസ് പേരന്റിംഗിലേക്ക് നമ്മൾ കൊണ്ടുവരുക ചെയ്യും. നമ്മുടെ ചിന്തകളെയും നമ്മുടെ പാറ്റേണിനെയും നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നു. നമ്മുടെ പാറ്റേൺ ഏതാണ്? നേരത്തെ ഞാൻ വായിച്ച വേഴ്സ് ആണ് നമ്മുടെ പാറ്റേൺ. ഓക്കെ, അപ്പോ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു ആസ് എ പേരന്റ് നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഇസ് ടു ട്രെയിൻ അവർ ചൈൽഡ് ടു നോ ഗോഡ്. ദൈവത്തെ അറിഞ്ഞ് ദൈവഹിത പ്രകാരം ജീവിക്കാനായിട്ട് ഒരു നല്ല ഹെൽത്തി ഫങ്ഷണൽ ഹ്യൂമൻ ബീയിങ് ആക്കാനുള്ള ആ ഒരു വലിയ ടാസ്ക് ആണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഓണർ ചെയ്ത് റെസ്പെക്ട് ചെയ്ത് ആ ഒരു കുഞ്ഞിനെ അങ്ങനെ വളർത്താൻ പോകും. അപ്പം ഒരു കോട്ടുണ്ട്, that teach them to follow Christ. If not, the world will teach them not to. നമ്മൾ അവരെ ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ ലോകം അവരെ പഠിപ്പിക്കും ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യില്ലെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ കർത്താവിനെ ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. ബേസിക്കലി നമ്മുടെ പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം പഠിപ്പിക്കുക പഠിപ്പിക്കുക പഠിപ്പിക്കുക. ഈ പഠിപ്പീര് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നമുക്കില്ല, അല്ലെ? പക്ഷെ അവിടെയും നമ്മൾ ഓർക്കുക, നമ്മൾ വായിച്ച വാക്യപ്രകാരം സംസാരിക്കാൻ അറിയണം, ഉപദേശിക്കാൻ അറിയണം. അല്ലാതെ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുവാണോ, ടീച്ച് ചെയ്യുവാണോ, അഡ്വൈസ് ചെയ്യുവാണോ, കമാൻഡ് ചെയ്യുവാണോ, എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഈ സമയത്ത് നമുക്കൊന്നിരുന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പോ റൈറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പേരന്റിങ് സ്റ്റൈലാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇന്ന് ചിലര് 80 വയസ്സായെന്ന് ഒരിക്കട്ടെ, 80 വയസ്സായവർ പോലും ഇന്നും പേരന്റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും അവർ പഠിപ്പിക്കുന്നത് നിർത്തിയിട്ടില്ല അവരുടെ മക്കളെ. നിങ്ങൾക്കറിയാമോ, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു പ്രായമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹൈസ്കൂൾ ഒരു പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രീ സ്കൂൾ, ഹൈസ്കൂൾ, അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ കോളേജ്, യൂണിവേഴ്സിറ്റി, അങ്ങനെ പല ഘട്ടങ്ങളുണ്ടല്ലേ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പേരന്റിങ്ങിനും ഒരു സ്റ്റാർട്ടിങ് ഒരു ടൈമും ഉണ്ട്, അതിനൊരു എൻഡിങ് പീരീഡും ഉണ്ട്.
പക്ഷെ ഈ എൻഡിങ് പീരീഡ് പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ഒന്ന് ശരിക്കും ഒന്ന് കാണാം എന്താണെന്ന്. ഓക്കെ, സോ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നോ ദാറ്റ് യുവർ ചൈൽഡ് അവര് കാണുന്നതിനെയാണ് കൂടുതൽ അവരുടെ ഉള്ളിലേക്ക് വെക്കുന്നത്, അവർ കേൾക്കുന്നതിനെക്കാട്ടില്. അത് നിങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം കേൾക്കുന്നതാണ് അവരെല്ലാം പ്രവർത്തിക്കാൻ പോകുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ എവിടെ ഇരിക്കേണ്ടതാ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തായി തീരേണ്ടതാ? കാരണം നമ്മൾ പറച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞ് പറയുന്ന എല്ലാം അതുപോലെ ചെയ്യാനായിരുന്നെങ്കിൽ വണ്ടർഫുൾ. നമ്മുടെ പിള്ളേരൊക്കെ എവിടെയൊക്കെ ഒത്തിരി ആയി പോയേനെ അല്ലേ? അപ്പോ അങ്ങനെല്ലാം നമുക്കറിയാവേ. അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ പേരൻസിന്, കുറച്ച് പ്രായമുള്ള പേരൻസിനോട് അത് ചെക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മുടെ പിള്ളേരായി തീർന്നിട്ടുണ്ടോ, നമ്മൾ പഠിപ്പിച്ച പോലൊക്കെ തന്നെയാണോ ആയി തീർന്നത് എന്ന് പറയാം. അപ്പൊ അതിലല്ല കാര്യം. ഓക്കെ, നൗ നമുക്കൊന്ന് കാണാം. സോ നമ്പർ 1, ബി എ റോൾ മോഡൽ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദേ സീ has a much stronger effect on their minds than what they are told. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ നമ്മൾ മാതൃകയുള്ളൊരു ജീവിതം നമുക്കുണ്ടാകണം. സോ ബി എ റോൾ മോഡൽ. അപ്പൊ ഈ റോൾ മോഡൽ എന്ന് പറയുമ്പം നമുക്ക് പല രീതികളിൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നു അല്ലേ? നീ ഇന്ന് പ്രാർത്ഥിച്ചു, നീ ഇന്ന് വചനം വായിച്ചു, നീ എത്ര നേരം ഇന്ന് ആരാധിച്ചു? ഇതൊക്കെ നമ്മുടെ വലിയ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അപ്പൊ അവര് നോക്കും, എൻ്റെ അമ്മ ഇന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടോ, എൻ്റെ ഫാദർ ഇന്ന് പ്രാർത്ഥിക്കുന്ന അവര് കണ്ടോ, അവര് വചനം വായിക്കുകയും അവർക്കൊരു പ്രെയർ ലൈഫ് ഉള്ളതായിട്ടും ഇവര് കാണുന്നുണ്ടോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. ഒരുപക്ഷെ നമ്മൾ ചേർച്ചിൽ ഒരു മീറ്റിംഗ് സർവീസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അന്ന് പറഞ്ഞത് ലവ് യുവർ നെയ്ബർ എന്നൊക്കെ ആയിരിക്കും അന്നത്തെ മെസ്സേജ് കേൾക്കുന്നത്. ഈ കുഞ്ഞ് മനസ്സിൽ ആ ലവ് യുവർ നെയ്ബർ എന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്ത് കയറുമ്പോൾ ആ വണ്ടി മുതലേ നമ്മൾ തുടങ്ങും നമ്മുടെ കൂടെ ഇരുന്നവരെയും അവരെ കണ്ടവരെയും ഇവരെ എല്ലാം കുറ്റം പറയാൻ. അങ്ങനെ നമ്മൾ കുറ്റം പറഞ്ഞൊരു പ്രാക്ടീസ് ആണ് എങ്കിൽ ഈ കുഞ്ഞിന്റെ മൈൻഡിൽ കൂടെ എന്താണ് പോകേണ്ടത്? ഈ കുഞ്ഞ് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം, നമ്മളെ പോലെ സ്നേഹിക്കണം എന്ന് പാസ്റ്റർ അവിടെ മെസ്സേജ് കേട്ടു, അതിനെല്ലാം ആമേൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറിയില്ല, ഉടനെ മൂലം കുറ്റങ്ങൾ പറഞ്ഞ യു കൺഫ്യൂസ് ആവും നമ്മുടെ പിള്ളേരെ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതിനാണ് കൺഫ്യൂസ് ചെയ്യുക. ഇതാണ് അവർക്ക് സംഭവിക്കുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തിക്കുന്നത് വേറെയാകുമ്പം അവരെ അത് കൺഫ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇത് പറഞ്ഞാല് കള്ളം പറയാൻ പാടില്ല അല്ലെ? ആരെങ്കിലും കള്ളം പറഞ്ഞോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എൻകറേജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറയും കള്ളം പറയല്ലേ. കള്ളം പറയലെന്ന് നമ്മൾ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. കുഞ്ഞ് മനസ്സിലാക്കുന്നു, അയ്യോ കള്ളം പറയുന്ന പാപമാണേ, പറയാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുഞ്ഞ് ഒരു അവിടെ വീട്ടിലൊരു കോള് വരുന്നു. ഫാദറിനെ ചോദിക്കുന്നു, ഈ കുഞ്ഞാണ് ആൻസർ ചെയ്ത്, ഹലോ അങ്കിളെ എന്തുകൊണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അങ്കിൾ പറയാം, മോളെ ഒന്ന് അപ്പയുടെ ഒന്ന് ഫോൺ കൊടുത്തേ, അപ്പ ഉണ്ടോ വീട്ടില്, അപ്പയ്ക്കൊന്ന് കൊടുത്തേ. അപ്പൊ കുഞ്ഞ് ഉണ്ടെന്ന് പറയാൻ വരുന്നതിന് മുമ്പ് ഈ അപ്പ എവിടെ നിന്ന് പറയാം? അപ്പൊ അതൊക്കെ പറയണില്ല, ഞാനിവിടെ ഇല്ല, പിന്നെ വിളിക്കാന്ന് പറ, ഞാനിവിടെ ഇല്ല എന്ന് പറയുമ്പോ ഈ കുഞ്ഞ് അന്നേരം തന്നെ അതിന്റെ മൈൻഡിൽ പോകും, കള്ളം പറയലെന്ന് പറഞ്ഞു, ഇപ്പൊ അപ്പ എന്നോട് പറയുന്ന കള്ളം പറയാൻ. എന്നിട്ട് ആ കുഞ്ഞ് പറയുന്നു, അങ്കിളെ അപ്പ ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറയും. പിന്നെ വിളിക്കാം, ഓക്കെ വെച്ചു. നമ്മൾ നമ്മുടെ പാട്ടിന് പോകും. നമ്മൾ അത്രയും പറഞ്ഞ കാര്യം കഴിഞ്ഞു, നമ്മൾ പോയി. ബട്ട് ഈ കുഞ്ഞ് അവിടെ തന്നെ നിൽക്കുക. അത് ഇവിടെ ചിന്തിക്കുകയാണ്, കള്ളം പറയലെന്ന് പറഞ്ഞു, പക്ഷേ കള്ളം പറയാം, അപ്പയ്ക്ക് കള്ളം പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് കള്ളം പറയാം. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ. ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഡു നോട്ട് ഷൗട്ട്. നമ്മൾ പറയും കുഞ്ഞുങ്ങൾക്ക്, നിന്റെ വാ അടച്ചു വെക്ക്, ഇങ്ങനാണോ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളോട് ഷൗട്ട് ചെയ്യാറുണ്ട്. നമ്മൾ അവരെ എന്ന് വെച്ചാൽ അവർ ദേഷ്യപ്പെടാതിരിക്കാനായിട്ട്, അവരുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ അവരോട് അതൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ദേഷ്യപ്പെടുന്നത് പാപമാണോ? ദേഷ്യം എന്ന് പറഞ്ഞ സംഭവം അലൗഡ് ആണോ? നമ്മുടെ വീടുകളിൽ നമ്മൾ ദേഷ്യപ്പെടാറില്ലേ? നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ ദേഷ്യപ്പെടുന്ന എല്ലാം കാര്യത്തിന് വേണ്ടി മാത്രമാണോ? എത്രയോ പ്രാവശ്യം നമ്മുടെ മൂഡ് ഔട്ട് ഒക്കെ ആയിട്ട് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് അല്ലേ? അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദേഷ്യപ്പെടാൻ പറ്റും. ഈ ആങ്കർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. അതൊരു പ്രോപ്പർ ഇമോഷനാണ് അല്ലേ? സാഡ്, ഗ്ലാഡ്, മാഡ്, സ്കേഡ്, ഇതെല്ലാം ഒരു ബേസിക് 4 ഇമോഷൻസ് ആണ്. അപ്പോ
ദേഷ്യപ്പെടാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്, നമ്മുടെ കുഞ്ഞിനും ഉണ്ട്, ആ ദേഷ്യം വരാം. പക്ഷെ ഈ ഡേഞ്ചർ എവിടാ ഉള്ളത്? നമ്മൾ എവിടെ ഈ കുഞ്ഞിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നേ? നമ്മള് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും ആ ദേഷ്യപ്പെടുന്നതിനോടാണ് നമ്മുടെ അറ്റാക്ക് മുഴുവനും. ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഇറ്റ് ഇസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ദേഷ്യം കാരണം വരുന്ന ഒരു ആക്ഷൻ ഉണ്ട്, നമ്മളിൽ നിന്ന് വരുന്ന ഒരു ആക്ഷൻ ഉണ്ട്, അല്ലെ? ഒരു ബിഹേവിയർ ഉണ്ട്. നമ്മൾ ആ ഭാഗത്തെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, ആ ഭാഗത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പം ദേഷ്യപ്പെടുന്നത് ഇറ്റ് ഇസ് ഫൈൻ, ബിക്കോസ് നമ്മളും ദേഷ്യപ്പെടാറുണ്ട്. ബട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട്, അത് ഈ കുഞ്ഞ് കാണുവാണെങ്കിൽ നമ്മൾ കുഞ്ഞിനോട് പറയുന്നു നീ അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ ദേഷ്യപ്പെടുമ്പം പലരും അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് ഭാര്യയോടൊന്നല്ല, മക്കളോടൊന്നല്ല, നെയ്ബേഴ്സിനോടൊന്നല്ല, ചർച്ചുകാരോടൊന്നല്ല. നമുക്ക് ഒരു ദേഷ്യം വന്ന ഉടനെ പിന്നെ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത, പബ്ലിക്കിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ചെയ്യാറുണ്ട്. സോ ഇസ് ദാറ്റ് റൈറ്റ്? അത് കറക്റ്റ് ആണോ? എന്നിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും അങ്ങനെ ചെയ്യല്, ഇത് തെറ്റാ, അത് തെറ്റാ, ആ വാക്ക് തെറ്റാ, ഈ വാക്ക് തെറ്റാ എന്ന് പറയും. അപ്പോ you're actually you are showing all this behavior that you want to discourage in your children, അല്ലേ? അവരത് കണ്ട് കഴിയുമ്പം how will they change? How will they learn? അവർക്ക് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ ടു ഹേർട്ട്, ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. നമ്മളത് ചെയ്യുന്നു. നിങ്ങൾ കണ്ടില്ലേ ഈ സ്കൂളിലൊക്കെ ഇപ്പം ജോയിൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്യുന്നു. അവരെ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാറുണ്ട്, ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ ഇതിന് പഠിപ്പിക്കുന്ന എങ്ങനാ? ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇത് വന്നതുകൊണ്ട് പറയുക, എങ്ങനെ നമുക്കൊരു കൊച്ചു കുഞ്ഞിനെ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും? നമ്മൾ എന്തോ അവരെ പഠിപ്പിക്കുന്ന എന്താണ്? അൾട്ടിമേറ്റ്ലി നമുക്ക് അവരെ പഠിപ്പിക്കേണ്ടത് ദാറ്റ് ഇറ്റ് ഈസ് റോങ് ടു ഹേർട്ട് അനദർ പേഴ്സൺ. വേറൊരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നത് തെറ്റാന്ന് നമ്മൾ പഠിപ്പിക്കണം. അല്ലാതെ നീ അടിച്ചോടാ, എന്നാ വാടാ, നിനക്കിട്ട് 2 അടി ഞാനും തരാം എന്ന് പറഞ്ഞിട്ട് 2 അടിയും കൂടെ അടിക്കുകയല്ല ചെയ്യേണ്ടത്. അടിച്ചോ, അത് വേറെ കാര്യം. നിങ്ങളുടെ പണിഷ്മെന്റ് രീതിയിൽ അത് കൊടുക്കുന്നതിന് നോ പ്രോബ്ലം, അങ്ങനല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ കുഞ്ഞിനത് വ്യക്തമാകണം, എടാ എനിക്ക് അടി കിട്ടിയത് ഞാൻ ആ കുഞ്ഞിനെ അടിച്ചത് കൊണ്ടാണ്, അല്ലെ ഞാൻ ഈ കുഞ്ഞിനെ അടിക്കുന്നത്, അല്ലെ ഞാൻ വേറൊരാളെ ദ്രോഹിക്കുന്നത് ശരിയല്ല. യു ക്യാൻ അവരോട് സംസാരിക്കണം, ആ കുഞ്ഞിനോട് സംസാരിക്കാം. മോനെ, യു റിയലി ഗോട്ട് ഹേർട്ട് അല്ലേ ഈ കുഞ്ഞ് നിന്നെ അടിച്ചപ്പോഴ്, അല്ലെ നിന്നെ ഇത്രയും പറഞ്ഞപ്പോ. ചിലർ പറയാറില്ലേ, അവൻ എന്നെ അത്രയും പറഞ്ഞോണ്ട് ഞാൻ അവനെ ഒരെണ്ണം വെച്ചു കൊടുത്തത്, അവനെ അങ്ങനെ ഇടിച്ചത്, അവൻ ഇത് പറഞ്ഞപ്പോ ഞാൻ അവനെ ഇടിച്ചു. അവൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്കും പറയാം. പക്ഷെ പറച്ചിൽ നിർത്തിയില്ല, ഈ വേർബൽ ഇതിൽ നിർത്തിയില്ല, അടുത്ത ഇവൻ ആക്ഷനിലേക്ക് പോയി. അവിടെ ഇതൊരു തെറ്റാണ്. അപ്പം യു ഷുഡ് സേ ദാറ്റ് ഓക്കെ, ഐ നോ ദാറ്റ് ഇറ്റ് ഹേർട്ട് യു സോ മച്ച്. പക്ഷേ അത് വേറൊരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. ബിക്കോസ് നമ്മളെ ഒരാൾ ഇടിക്കുമ്പം നമുക്ക് വേദന എടുക്കത്തില്ലേ? അതേ വേദനയല്ലേ വേറൊരാൾക്കും ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുമ്പം. അപ്പൊ അതുകൊണ്ട് കുഞ്ഞത് ചെയ്യലെന്നുള്ളത് പഠിപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് ഡു നോട്ട് ഹേർട്ട് അതേഴ്സ് എന്നുള്ള ആ ഒരു മോറൽ ആ സൈഡിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാം. നൗ ഓക്കെ, സോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ എക്സാക്ട്ലി ഒപ്പിയെടുക്കുന്നവരാണ്, കോപ്പി ചെയ്യുന്നവരാണ്. അവർ നമ്മളെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. സോ ദേ ആർ ഗ്രേറ്റ് ഇമിറ്റേറ്റേഴ്സ്. അതുകൊണ്ട് വൈ നോട്ട് ഗിവ് ദം സംതിങ് ഗ്രേറ്റ് ടു ഇമിറ്റേറ്റ്, അല്ലേ? നമുക്ക് അങ്ങനെ ആകാൻ പറ്റത്തില്ലയോ? എന്തായാലും അവർ ഇമിറ്റേറ്റേഴ്സ് ആണ്, നമുക്കറിയാം. അപ്പൊ പിന്നെ വൈ ഡോണ്ട് വി ഗിവ് ദം സംതിങ് ഗ്രേറ്റ്? നമ്മളെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നല്ലതൊക്കെ കാണിച്ച് നമുക്ക് അവരെ അങ്ങനെ പഠിപ്പിക്കാൻ. കാരണം അതാണ് അവർ കൂടുതലും പഠിക്കുന്നത്, കാണുന്നതും ആണ് നമ്മൾ ഈ പറയുന്നതിനെക്കാട്ടിൽ അവർ കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുന്നു. ബി എ ബിൽഡർ, നോട്ട് എ ബ്രേക്കർ. ഓക്കെ, നമ്മൾ പണിയുന്നവരായിരിക്കണം, നമ്മൾ തകർക്കുന്നവര് ആയിരിക്കില്ല. ഇതിനകത്ത് നമ്മൾ എക്സ്പേർട്സ് ആണ്, അല്ലെ? ഏതിനകത്ത്? ബിൽഡ് ചെയ്യുന്നതിനകത്ത് എക്സ്പേർട്സ് ആണ്. ബ്രേക്ക് ചെയ്യാനോ? അതിലും എക്സ്പേർട്സ് ആണ്. പലപ്പോഴും നമ്മുടെ ചില രീതികള് പണിയാനുള്ള ഇന്റൻഷൻ ആണ് നമുക്കുള്ളത്. പലപ്പോഴും നമ്മുടെ ഇന്റൻഷൻസ് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ അത് മറ്റൊരാളെ അവിടെ ബ്രേക്ക് ചെയ്യാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം എടുത്താലും നിങ്ങൾ ആക്ച്വലി ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തിനാ ഇത്രയും മറ്റുള്ളവരുടെ ബിസിനസ്സിൽ കയറി കൈ കടത്തുന്നത്? എന്തിനാ? നമ്മൾ ആക്ച്വലി എന്തുമാത്രം കൺസേൺഡ് ആണ് മറ്റൊരു വ്യക്തിയുടെ അല്ല മറ്റൊരു കുഞ്ഞിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയാൻ, നീ ന്യൂസ് പിടിക്കാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തില് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ
ഒക്കെ എന്ത് മിടുക്കരാ നമ്മള് അറിയുന്നില്ല, മേ ബി അറിയുന്നില്ലായിരിക്കാം, ബട്ട് ലെറ്റ് us ബി അവെയർ. നമ്മൾ ഇത്രയും പേർക്കെങ്കിലും ഈ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ദാറ്റ് നമ്മൾ അനാവശ്യമായിട്ട് ഒരാളുടെ കാര്യം അന്വേഷിക്കാൻ പോകില്ല. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബെനിഫിറ്റ് യു, ഇഫ് ഇറ്റ് ബെനിഫിറ്റ്സ് യു, ഓക്കെ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന പേരിൽ നമ്മൾ പോയിട്ട് ഈ കുത്തിക്കൊണ്ടിരിക്കരുത്. ആ വ്യക്തി വളരെ സങ്കടത്തിൽ കൂടെ പോകുന്നവരായിരിക്കും. ഒരു പക്ഷെ ഇപ്പം പറയട്ടെ, ഇപ്പം ഇന്നിപ്പോ പല റിസൾട്ട്സ് ഔട്ടായില്ലയോ? സ്റ്റേറ്റിന്റെ ബോർഡ് സ്റ്റേറ്റിന്റെ ഇന്ന് റിസൾട്ട്സ് ഔട്ടായി. അപ്പോ നാട്ടിലെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ നമുക്കറിയാവുന്നവർ, നമ്മൾ പ്രാർത്ഥിച്ചവരും ഒക്കെ കാണുമായിരിക്കും. ഉടനെ റിസൾട്ട് ഔട്ടായി. അവർക്ക് റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് വിളി വരും, ആ റിസൾട്ട് കിട്ടിയോ, എത്ര ഉണ്ട് കുഞ്ഞിന്, ഇനി എന്തിനാ വിടുന്നത്, എന്തോ ഇനി അടുത്ത പരിപാടി. എന്റെ അപ്പോ അവര് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇനി എന്തിനെ വിടണമെന്നോ ഇനി എന്ത് ചെയ്യുമെന്നോ. അവര് പ്ലാൻ ചെയ്തിട്ട് പോലും ഇല്ലായിരിക്കും. പിന്നെ ഇന്നയാൾക്ക് ഇത്ര കിട്ടി, നിന്റെ കൊച്ചിന് എത്ര കിട്ടി, അതിന് എത്ര കിട്ടി, അയ്യോ അതിനൊന്നും കിട്ടിയോ, എനിക്ക് അന്നേ അറിയായിരുന്നു അത് ഈ പോക്ക് പോയാൽ അത് കിട്ടത്തില്ലെന്ന്. ഇങ്ങനെയുള്ള കുറച്ച് സംസാരങ്ങളോട് നമ്മൾ ചെയ്യുന്നത്. സോറി, നമ്മളത് ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്. അപ്പോ ഇതെന്തുമാത്രം ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യും അല്ലേ? നമ്മൾ പണിയുന്നവരാണ്, നമ്മൾ തകർക്കുന്നവരല്ല. അപ്പൊ ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയും അവരുടെ സാഹചര്യങ്ങളെയും അവരുടെ കുടുംബത്തിന്റെ പ്രയാസങ്ങളെയൊക്കെ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ കൂടാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും കംപ്ലീറ്റ്ലി 100% വളരെ സന്തോഷത്തോടെ ഈ പുറമെ കാണിക്കുന്ന ചിരിയൊന്നും ആയിരിക്കില്ല അവരുടെ അകത്തുള്ളത്. അപ്പൊ ആ വേദനയിൽ തന്നെ നമ്മൾ അവിടെ ഒരു കുത്തൽ കൊടുക്കുക. അയ്യോ, ഇതുവരെ കുഞ്ഞിന്റെ കല്യാണം നടന്നില്ലേ, അയ്യോ ഈ പ്രായത്തിലുള്ള ബാക്കി കുഞ്ഞുങ്ങളുടെ എല്ലാം കല്യാണം ആയല്ലോ, അയ്യോ ഇവർക്കിത് അറിയത്തില്ലായിരുന്നോ ബാക്കി കുഞ്ഞുങ്ങളുടെ എല്ലാം കല്യാണം നടന്നെന്ന്. അവരുടെ അകത്ത് ഈ തീയും കൊണ്ട് നടക്കുമായിരിക്കും. അപ്പോഴാ നമ്മുടെ ഒരു കുത്തലും കൂടെ. കല്യാണമായ നമ്മുടെ അടുത്ത് പറയും, കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. ആ കുഞ്ഞിന് നല്ലൊരു മാർക്ക് കിട്ടിയാല് അത് അവര് നമ്മളോടത്ത് പറയും. ഇനി പറയാതിരിക്കുന്നവരുടെ കാര്യം കുത്തിപ്പൊക്കി പറയിപ്പിച്ച് അത് ചെയ്യരുത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ വളരെയധികം ബ്രേക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ചോദിച്ചാലും പറഞ്ഞാലും പിന്നെയും നമുക്ക് സഹിക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യത്തെ പറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുതേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പേരിൽ നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യരുത്. അതിനകത്ത് നമുക്കൊരു നല്ല പക്വതയുടെ ആവശ്യമുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം കാരണം എൻ്റെ അടുത്ത് വരുന്ന ഓരോ കേസസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നതല്ല. ഒരു കേസ് വന്നു, ഡിവോഴ്സ്ഡ് ആയി ആ കുഞ്ഞ്. കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡിവോഴ്സ്ഡ് ആയി. അത് വന്ന് ആ ചർച്ചിലേക്ക് ഒന്ന് വന്നു. അതിന്റെ ചർച്ചിലേക്ക് ആ കുഞ്ഞിന്റെ ആ മോളുടെ ചർച്ചിലേക്ക് ഒന്ന് വന്നു നോക്കി, ഇച്ചിരി സമാധാനം ഉണ്ടാകുമല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ, അല്പനേരം ഒന്ന് ഇരിക്കാം. വളരെ സ്ട്രെങ്ത് സംഭരിച്ചാണ് അത് ഈ ചർച്ചിലോട്ടൊന്ന് വന്നത്. കാരണം അത് ആൾക്കാരെ ഒന്നും ഫേസ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. അങ്ങനെ വന്നിരുന്ന് അത് പറയാ, എന്റെ ലാസ്റ്റ് ചർച്ച് മീറ്റിംഗ് ആയിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇനി ഞാൻ ആ ചർച്ചിലോട്ട് പോകത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം അന്ന് ആ പാസ്റ്റർ ഉൾപ്പെടെ എന്നെ കുത്തിയത്. ഞാനൊരു ഡിവോഴ്സ് ചെയ്യാന്നറിയാം, ഈ പ്രശ്നങ്ങൾ എന്റെ ലൈഫിൽ വന്നെന്നറിയാം. ആ കുഞ്ഞിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതെല്ലാം വിട്. ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ച് അതിനെ ഈ മുറിവോടിരിക്കുന്ന ഇതിനെ വേദനിപ്പിച്ച് കീറി മുറിച്ച് വിടണോ? അപ്പോ അത് കാരണം നോക്കിക്കേ, ആ ചർച്ചയിൽ വന്നത് പീസ്ഫുൾ ആയിട്ടൊന്നും ഇരിക്കാനാ. പക്ഷെ അതിനിരിക്കാൻ പറ്റില്ല. തീരുമാനിച്ചു ഇനി ആ ചർച്ചിലോട്ട് പോകണ്ട. അപ്പം അറിയാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് ഇനിയും പോകാം, ഉണ്ടല്ലോ. കാരണം അറിയുന്നവരുടെ കൂടെ ഇരിക്കാൻ വയ്യ. നമ്മുടെ ചേർച്ചസ് ഒക്കെ എന്തുവായിരുന്നു പണ്ടത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ, എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക, ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല ആ വിടുതൽ കിട്ടാതെന്ന. അപ്പൊ ആ അനുഭവങ്ങളിലൊക്കെ ഇരുന്നിട്ട് നമ്മളിപ്പോ എന്തുമാത്രം പുറകിലോട്ട് മാറി എന്ന് നോക്കിക്കേ. വി ആർ ടു മച്ച് കൺസേൺഡ് അബൌട്ട് ദ പേഴ്സൺ നെക്സ്റ്റ് ടു us ആൻഡ് വിത്ത് നോ ബെനിഫിറ്റ്സ്, നമുക്ക് ഒന്നുമില്ല അല്ലേ? അപ്പോ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളിലാക്കി കഴിയാനും നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി ബാധിക്കും. അവരുടെ ഫ്യൂച്ചർ എന്ത് ഇനിയും ചെയ്യാൻ പോകുന്നതൊന്നും ദയവ് ചെയ്ത് പോയി ആരോടും പോയി ചോദിക്കരുത് നമ്മൾ. കാരണം അങ്ങനെയുള്ള കേസസ് എൻ്റെ അടുത്ത് വരുമ്പം വളരെ ദുഃഖകരമാണ്. ഒന്നും പറയാനില്ല ഇതിന്, നമുക്ക് മറുപടി ഒന്നും ഇതിന് പറയാനില്ല. അതുകൊണ്ട് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവര് ഒരു കാര്യം, ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യുവാണെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ അത് കേൾക്ക്. ബട്ട് കൂടുതൽ വൈ അതിൻ്റെ അകത്ത് ആ കുട്ടൻസ് മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും അതിന്റെ പുറകിൽ പോകാതിരിക്കട്ടെ. ഓക്കെ, വേറൊരു കാര്യം, ഇനി നിങ്ങളുടെ ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആയിരിക്കട്ടെ, നമ്മുടെ കുഞ്ഞാകട്ടെ, നമ്മുടെ സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആകട്ടെ, ചിലപ്പം അവരോർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കാം, എന്റെ ടീച്ചറല്ലേ ഒന്ന് ഷെയർ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുമ്പം ഒരിക്കലും ദയവേത് ഫസ്റ്റ് റിപ്ലൈ, നിങ്ങൾ സാധാരണ നമ്മുടെ ഫസ്റ്റ് റിപ്ലൈ എന്തുവാ? പൊതുവെ നമ്മുടെ ഫസ്റ്റ് റിപ്ലൈ നമുക്ക് പ്രാർത്ഥിക്കാം,
അതിനകത്ത് തെറ്റുണ്ടോ? ആ റിപ്ലൈ തെറ്റാണോ? അല്ല, ശരിയാ, സത്യമാ. നമുക്ക് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യേണ്ടത്. എന്നാൽ അത് ആദ്യത്തെ റിപ്ലൈ ആവരുത്. നമ്മുടെ കുഞ്ഞ് നമ്മളോടൊരു പ്രോബ്ലം പറയുകയാണ്, അന്നേരം ഉടനെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ പാവ സ്വഭാവം കാരണമായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് ഏറ്റുപറ, ഇരുന്ന് പ്രാർത്ഥിക്കുക, നോക്ക് എന്ത് കുറവാ വന്നതെന്ന്. ചിലപ്പോ ഇതും ശരിയായിരിക്കാം. ഇതാവണമെന്നില്ല, ഇത് നമ്മുടെ ജഡ്ജ്മെന്റ് ആന്ന് ഓർത്തോണം. ആ സൺഡേ സ്കൂൾ കുഞ്ഞ് പിന്നെ ഈ ടീച്ചറിന്റെ അടുത്ത് എന്തെങ്കിലും പറയുമോ? പറയുന്നത് പോട്ട്, ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മൾ ഒരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. പലപ്പോഴും നോക്കി നമ്മുടെ ഭർത്താവിനോട് അല്ലെ ഭാര്യയോട് ഒരു വിഷയം സംസാരിക്കുമ്പോൾ മേ ബി മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ഉണ്ടല്ലോ. അതിനകത്ത് സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ തരുകയും വേണ്ട. ഒന്ന് ഓക്കെ, സാരയില്ല, ആണോ, നിനക്ക് അങ്ങനാണോ ഫീൽ ചെയ്യുന്നത്? അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു തരണം? ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ റെസ്പോൺസ്. അല്ലാതെ അവിടുത്തെ പ്രോസ് എന്താണ്, കോൺസ് എന്താണ്, ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, അങ്ങനായിരുന്നോ ഇങ്ങനായിരുന്നോ, പിന്നെ അതിനെക്കാട്ടി നമ്മൾ കൂടുതൽ ചെകഞ്ഞ് ആലോചിച്ച് മറ്റുള്ളവരോടും പറഞ്ഞ് അവരുടെ പേരൻസിനോട് പറഞ്ഞ് ഉള്ളൊരു പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വളരെയധികം ദുഃഖിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള്. അപ്പോ നമുക്ക് വേണ്ടത് എപ്പോഴും നമ്മുടെ ക്രൈസ്റ്റിനെയാ ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ആ യേശു കാണിച്ച ഒരു കമ്പാഷൻ, നമ്മളോട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ച ആ ഒരു മേഴ്സി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മേഴ്സിഫുൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മളിലും ഉണ്ടാവേണ്ടത്. വി ഷുഡ് ഹാവ് കമ്പാഷൻ ഫോർ അവർ ചിൽഡ്രൻ. നമ്മൾ അവരെ ആ തരത്തിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക ചെയ്യേണ്ടത്, നമ്മൾ അവരെ ഓടിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. Another thing is that do not compare your child with another. കമ്പാരിസൺ, പ്ലീസ്. ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഡേഞ്ചേഴ്സ്. എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യലെന്ന് പറയുന്നത്? നമുക്കറിയാലോ. ഇവിടെ നോക്കിക്കേ, എനിക്കിപ്പോ എന്റെ മുമ്പിൽ ഇങ്ങനെ കാണുന്നത് ജിൻസ സിസ്റ്റർ ഉണ്ട്, സ്മിത സിസ്റ്റർ ഉണ്ട്, കുഞ്ഞുമോൾ സിസ്റ്റർ ഉണ്ട്, ഗ്ലാൻസി സിസ്റ്റർ ഉണ്ട്, ബിൻസി, അങ്ങനെ പോകുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും പേര് ഒരുപോലാണോ? നമ്മുടെ എല്ലാവരുടെയും കഴിവുകളും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓർ ക്യാരക്ടർ, നമ്മുടെ പേഴ്സണാലിറ്റി, ഇസ് ഇറ്റ് ദ സെയിം? ഒരാള് ഈ കൂട്ടത്തിലുള്ള ഒരാളോട് നമ്മൾ ഒരുപോലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളെല്ലാം യുണീക്കാണ്, അല്ലെ? എന്റെ ഈ ഫിംഗർ പ്രിന്റ് എനിക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞിന്റെ ഫിംഗർ പ്രിന്റിന് അവന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനാ അപ്പുറത്തെ കൊച്ചിനെ കണ്ടില്ലേ, നിന്റെ ചർച്ചിലുള്ള നിന്റെ കൂട്ടത്തിലുള്ള കുഞ്ഞിനെ കണ്ടില്ലേ, അവൻ അത്രയും മാർക്ക് മേടിക്കാം, പിന്നെ നിനക്കെന്താ മാർക്കില്ലാത്തെ, നിന്റെ റിസൾട്ട് എന്തുവായി? എന്തിനാ ഇങ്ങനെ ഒരു കമ്പാരിസൺ? എന്തിനാ? അവൻ ഗിറ്റാർ വായിക്കുന്നു, നീ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കടാ. വൈ? എന്തിനാ ഇങ്ങനെ പുഷ് ചെയ്യുന്നേ? അവൻ നന്നായിട്ട് പാടുന്നു, ഓക്കെ, നീ എന്നാ ഡാൻസ് എങ്കിലും കളിക്കടാ. അയ്യോ, എന്തിന്? അങ്ങനാണോ? നമ്മുടെ കുഞ്ഞിന്റെ കഴിവ് എന്താണോ, നമ്മുടെ കുഞ്ഞ് ഏതിലാണോ നല്ലത്, അത് നമ്മൾ വളർത്തിയെടുക്കണം, അല്ലേ? ഇനി അവൻ ഇങ്ങനെയുള്ള കഴിവുകളൊന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവന് കളിക്കാനായിരിക്കും അവന്റെ കഴിവ്, വല്ല കളിയുമായിരിക്കും. അത് കണ്ടുപിടിച്ച് അവനെ അതിലങ്ങ് വിടണം, അതല്ലേ വേണ്ടത്. പകരം കുത്തി ഭയങ്കരമായിട്ട് അവർക്ക് പിന്നെ ഈ ഒരു ഗ്യാങ്ങിലൊന്നും അവർക്ക് പെടാൻ കഴിയാത്തതുപോലെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കും. അവരെന്ത് ചെയ്യുന്നറിയോ? അവരുടെ ആ ഒരു സ്കില്ലൊക്കെ അങ്ങ് മാറും, ഉണ്ടല്ലോ. അവരെല്ലാം കൊണ്ടും ഒന്നും അല്ല. നിന്റെ പ്രായമാ, അവർക്ക് ജോലി കിട്ടി, അവര് കല്യാണം കഴിച്ചു, അവർക്ക് 2 പിള്ളേരുമായി, എടാ നിന്റെ കാര്യം നോക്ക്. ഇങ്ങനൊന്നും നോ കമ്പാരിസൺ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത് യുണീക്കാണ്, അത് ഡിഫറെന്റ് ആണ്, അതിൻ്റെതായ രീതി വേണം അത് പോകാനായിട്ട്. Another thing, do not shame them in public. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എപ്പോഴും പലതും പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പഠിപ്പീരാണല്ലോ ഇതെല്ലാം. പല ഡിസിപ്ലിനും പല കാര്യങ്ങളും വേണം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ചർച്ചിൽ ഇങ്ങനെ കൂടിയിരിക്കുമ്പം കുഞ്ഞുങ്ങളാ ഓക്കെ ചാടി മറിഞ്ഞു, ഒന്ന് കളിച്ചു, ഒന്ന് ചിരിച്ചു, ഉടനെ ചർച്ച ആശീർവാദം അങ്ങോട്ട് പറഞ്ഞ ഉടനെ അവനെ ഇട്ട് പിടിച്ചിട്ട്, അട്ടാ നിന്നോടല്ലേ പറഞ്ഞ്, ഇതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചേക്കുമുണ്ട്. ആ പിള്ളേരുടെ എല്ലാം മുമ്പിലിട്ട് 2 അടിയും അല്ലെ 2 വഴക്കും ഉണ്ടല്ലോ. നീ അങ്ങ് വീട്ടിൽ വന്ന് എന്നെ കാണിച്ചു തരാം, ഞാനിത് ചെയ്യുമായിരുന്നു, നീ വീട്ടിൽ വന്ന് നല്ല കാണിച്ചു തരാം എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് അവരെ അവിടെ ആ മുമ്പിൽ വെച്ച്, ഇവർ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവരെ ഷെയിം ചെയ്യരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്. ബിക്കോസ് നമ്മളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ, അല്ലെ? പോട്ട് റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും ഡിസ്റെസ്പെക്ട് ചെയ്യില്ലെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. അത് നമുക്കൊരു വലിയ നാണക്കേടല്ലേ? അയ്യോ, ഈ നാണക്കേടൊക്കെ ഈ കൊച്ചു കുഞ്ഞിന്റെ അകത്ത് വരെ ഉണ്ട്.
നിങ്ങൾക്ക് ഒന്നോർത്ത് ഒരു കൊച്ചു കുഞ്ഞ് വളരുമ്പം ഒരു 6 മാസം അല്ലെ ഒരു 8 മാസം ഒക്കെ ആകുമ്പോ തന്നെ അതിന്റെ മുഖത്ത് ചില ഭാവങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. അതിന് ഇച്ചിരി നാണം വരാറുണ്ട് അല്ലേ? അത് ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പം അല്ലെ എന്തെങ്കിലും ഒന്ന് കളിപ്പിക്കുമ്പോഴൊക്കെ അത് ചിലപ്പോൾ നാണം കാണിച്ചിട്ട് അമ്മയുടെ കയ്യിലോട്ടോ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള അവരോടൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ എന്താ, ദേ റിയലൈസ് ദീസ് തിങ്സ് അന്നേരം മുതല്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഡിസ്റെസ്പെക്റ്റിംഗ് ചെയ്യരുത്. എന്ത് സംഭവിക്കുന്നു അറിയാം, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ തകർക്കുന്നത്, ആസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബിൽഡേഴ്സ് ആണ്, നമ്മൾ പണിയുന്നവരാ. പക്ഷെ ഇവിടെ നമ്മൾ തകർക്കുന്നത് അവരുടെ സെൽഫ് എസ്റ്റീമിനെയാണ്, അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയാണ്, അവരുടെ സെൽഫ് വാല്യൂ, അവരുടെ സെൽഫ് റെസ്പെക്ട്, അവരുടെ സെൽഫ് വർത്ത് ഇല്ലാതാക്കുക. അവർ പിന്നെ പറയും എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, എൻ്റെ പേരൻസിന് എന്നെ ഇഷ്ടമില്ല. റീസെന്റ് ഉള്ള ഒരു ക്ലയന്റ് പറഞ്ഞതാണ് ദാറ്റ് എൻ്റെ പേരൻസ് എന്നെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. കാരണം അവര് എന്നെ ഏറ്റവും വലിയ പൈസ കൊടുത്ത് ഏറ്റവും ഇത് കൊടുത്ത് നല്ല സ്കൂളിൽ വിടുന്നു, എല്ലാ സൗകര്യങ്ങളും തരുന്നു, എന്നിട്ട് നിനക്ക് മാർക്കില്ല, മറ്റുള്ളവരെ നോക്കുക, അവരൊക്കെ എല്ലാം നല്ല മാർക്കുണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞ് ആ കൊച്ചിന്റെ ഉള്ള ഇതും കൂടെ അത് അങ്ങ് ഡ്രെയിൻഡ് ഔട്ട് ആയി പോകും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്നവരല്ല, നമ്മൾ അവരെ പണിയുന്നവരാണ്. അവരിൽ നല്ലത് ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. അവർ നല്ലത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണം. അവർ തെറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാനായിട്ടും കഴിയണം. പക്ഷെ അത് വീട്ടിൽ, ലെറ്റ് ഇറ്റ് ബി അറ്റ് ഹോം, അവരുടെ ആ സ്പേസിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യണം. ഡു നോട്ട് ഷെയിം എ ചൈൽഡ് ഇൻ പബ്ലിക്. ഓക്കെ, നൗ another one is, let's be very careful with our words. സ്പെഷ്യലി ഒരു അമ്മയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാല് അത് വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ അമ്മമാര്, നമ്മൾ പല ഉണ്ടല്ലോ വാക്കുകൾ അറിയാതെയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അവനൊരു കള്ളിയാ കേട്ടോ, കള്ളി, കള്ളൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പലയിടത്തും ഇതിൻ്റെ കൊച്ചു പിള്ളേരെയൊക്കെ നമ്മൾ ഭയങ്കര തമാശയോടെ പറയത്തില്ലേ, ഓ കള്ളൻ, അവന്റെ കള്ളത്തരം, ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ തന്നെ അവരെ പിന്നെ അടുത്ത കുറച്ചുകൂടെ ടീനേജിലൊക്കെ ആകുമ്പോഴാണ് ഇവരെ ആ ഒരു രൂപം നമ്മൾ കാണുമ്പോൾ പറയും, ഇത് എവിടെ നിന്ന് നീ പഠിച്ചു, ഞാൻ നിന്നെ ഇത് പഠിപ്പിച്ചിട്ടില്ല, ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടിയടാന്ന് പറഞ്ഞോട്ട് കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അയ്യോ, നമ്മുടെ വായിന്ന് ആദ്യം അത് കേട്ടത്, വി ആർ ദ വൺസ്. അപ്പോ നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറയില്ല, നമ്മൾ പോസിറ്റീവായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വേർഡ്സ് പോസിറ്റീവ് ആയിരിക്കണം. ഒരു ക്ലയന്റ് പറഞ്ഞത്, 55 വയസ്സുണ്ട് ആ ക്ലയന്റിന്. ആ ലേഡി പറഞ്ഞത്, എനിക്കൊരു ടൈം മാനേജ്മെന്റും ഇല്ല, ടൈം മാനേജ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞ് വന്നത്, അതിന്റെ ടൈം മാനേജ് ചെയ്യാണ്ടൊന്ന് എന്നെ ഇത് ചെയ്യണം. അപ്പോൾ കൂടുതൽ ചോദിച്ച് പറഞ്ഞപ്പം മനസ്സിലാക്കിയത്, അവള് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ഒരു നല്ലൊരു യെല്ലോ ഡ്രസ് ഇട്ട് അവര് പുറത്തു പോവുകയാണ്. 4ാമത്തെ കൊച്ചാണിത്. അപ്പം നല്ലൊരു ഡ്രസ് ഇട്ട് അത് പുറത്തിറങ്ങിപ്പോണ്ട് അതിന്റെ അമ്മ പറഞ്ഞ്, അയ്യേ ഈ കളർ നിനക്ക് ഒട്ടും ചേരത്തില്ല, ഇതെന്തുവാ നിനക്ക് ചേരത്തേ ഇല്ല എന്ന്. അപ്പോഴവള് ബ്രേക്ക് ആയതാ. അപ്പൊ അന്നേരം മുതൽ പിന്നീട് ഈ ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, രാവിലെ ഓഫീസിൽ പോകാനായിട്ട് പുള്ളിക്കാരി ഒരു 4 ക്ലോത്ത്സ് എങ്കിലും മിനിമം മാറിയിരിക്കും. ഒരെണ്ണം ഇടും, കണ്ണാടി മുമ്പ് നിൽക്കുമ്പോൾ അയ്യോ ഇത് കൊള്ളത്തില്ല, എന്നാ അടുത്തതിടും, അയ്യോ ഇത് പോരാ, ഇതത്ര പോരാ. ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നോക്കിക്കേ, ഫൈനലി വന്നപ്പോ എന്താണ്, ഒരമ്മയുടെ ഒരു വാക്കായിരുന്നു അതിന് കാരണം. നോക്കി എന്തോ വലിയ ഇമ്പാക്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അല്ലേ. ഒരു യങ്സ്റ്ററിനെ, ഒരു 24 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യനെ കൊണ്ടുവന്നപ്പം അവന്റെ പ്രശ്നം ഒരു ട്രോമയാന്ന് പറഞ്ഞു. എന്തോ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട്, ഇവനങ്ങ് രാത്രി കിടക്കുമ്പോഴൊക്കെ വെള്ളം 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 എന്ന് പറഞ്ഞിട്ട് അവൻ വീഴുന്നു, ആകപ്പാടെ ഒരു അങ്ങനത്തെ ഒരു പ്രയാസം എന്താണ്ടുണ്ട്. അപ്പം നമ്മളും പെട്ടെന്ന് ചിന്തിക്കുക, യെസ് ഇവൻ എന്തോ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞപ്പം എന്തോ മനസ്സിലാക്കിയത് എന്തോ അറിയാമോ, ഫൈനലി വന്നപ്പം ഈ അമ്മയോട് സംസാരിച്ചപ്പം അമ്മയെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ കുഞ്ഞ് ചെറുതിലെ ഇതിനെ സ്കൂളിൽ വിടുന്ന പ്രായമായപ്പം മുതൽ രാവിലെ എഴുന്നേൽപ്പിക്കണം, അവന്റെ കാര്യങ്ങൾ ചെയ്യണം, ഇവർക്ക് ജോലിക്ക് പോകണം, ഈ ധൃതി, നമ്മുടെ രാവിലത്തെ ഒരു സ്കെഡ്യൂൾ നമുക്കറിയാമല്ലോ, ഓട്ടമല്ലേ. അപ്പം ആ ഓട്ടത്തിനിടയിൽ ഇതിനെയെല്ലാം എഴുന്നേൽപ്പിച്ച് വാരി ഇത് ശരിയാക്കേണ്ടതുകൊണ്ട് നേരെ കട്ടിലേന്ന് എഴുന്നേറ്റ് അതിനെ എടുക്കുക, അതിനെ കൊണ്ട് ടബിന്റെ അകത്തോട്ട് ഇരുത്തുക, വെള്ളം തുറന്നു വിടുക. വെള്ളം തുറന്നു വിടുമ്പോഴേക്കും അയ്യോ ഒന്നുമുണ്ട്. ഈ കുഞ്ഞ്, ജസ്റ്റ് ഇമാജിൻ KG 1 മുതലുള്ള കാര്യമായി പറയുന്നേ. അവിടെ നിന്നാണ് അത് ഉണരുന്നത്. അവിടെ നിന്ന് ഉണർന്നു. ആദ്യമേ ഒന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ലൈക്ക് ഒരു നല്ല പ്രായം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട്
ഇത് നോക്കിയ വെള്ളം 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 ദേഹത്ത് വീഴുന്നു. അതിന്റെ ഉറങ്ങുമ്പോഴെല്ലാം വെള്ളം ദേഹത്ത് വീഴുമ്പോൾ ഞാൻ ഞെട്ടി ഉണരുക. ആരാണ് ഈ പ്രാക്ടീസ്? ഇത് ആരാണ് വെച്ചു കൊടുത്തത്? ആര് കാരണമാണ് ഇതുണ്ടായത്? സി, നമുക്ക് ഓൾറെഡി വളരെ ഗിൽറ്റി ഫീലിങ്സ് നമുക്കുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ ഇനി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒന്ന് ഓർത്ത് ആ അമ്മ ഇതെങ്ങനെ സഹിച്ചു കാണും, എത്ര ബുദ്ധിമുട്ടായി, ഇത് അമ്മ ഇതെങ്ങനെ ടോളറേറ്റ് ചെയ്ത് കാണും. ഞാൻ കാരണം എന്റെ കുഞ്ഞ് ഈ പ്രായത്തില് ഈ ഒരു പ്രയാസം, അപ്പൊ അതിന്റെ പഠിത്തത്തെയും എല്ലാം എഫക്ട് ചെയ്തു അല്ലേ? ചിലർ പറഞ്ഞു വട്ടാണെന്ന് പറഞ്ഞു. ലുക്ക് എത്ര 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 സങ്കടകരമായ കാര്യമാ ഇത്. ഇത് അമ്മമാരിൽ നിന്ന് വരുന്നു. അപ്പം ലെറ്റ് us ബി വെരി കെയർഫുൾ. നമ്മൾ എന്താണ് ഇവരോട് സംസാരിക്കുന്നത്? യുനോ, ഡു നോട്ട് ടേക്ക് അവേ ദേ ഹോപ്പ്. അവരുടെ ഹോപ്പിനെ എടുത്ത് കളയരുത്. യു മോട്ടിവേറ്റ് ദം. ഫെയിലിയർ സംഭവിച്ചോ? ഫെയിലിയർ ഇറ്റ്സ് ഓക്കെ. എപ്പോഴും ജയിക്കണോ? എല്ലാരെ പോലും നല്ല മാർക്ക് അല്ലെ അതുപോലെ മാർക്കൊക്കെ വേണോ? വേണോ? ഇടയ്ക്ക് ഫെയിൽ ആയിക്കൂടെ? അപ്പൊ നമ്മൾ ഒരു ഫെയിലിയർ പോലും നമുക്ക് അക്കാഡമിക് വൈസ് മാത്രമല്ല, ഈവൻ സൺഡേ സ്കൂളിന്റെ ആണേലും എക്സാം, ഇതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാ. ഞങ്ങളുടെ നാട്ടിലും ഇത് ജിൻസസിന് അറിയാലോ, ഇതൊക്കെ വലിയ സംഭവങ്ങളാ. അയ്യോ, പഠിപ്പിക്കുന്നു, ഇത് 42 ചാപ്റ്റേഴ്സും പഠിപ്പിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, ടീച്ചറിനിട്ട് ഭയങ്കര പ്രഷറാണ്. അയ്യോ, ഇത് പഠിപ്പിച്ച് തീർക്ക്, എന്റെ കൊച്ചിന് ഫസ്റ്റ് കിട്ടണം, അവനങ്ങ് മെറിറ്റ് എഴുതാൻ അങ്ങ് കുമ്പനാട് പോണം. ഇതാണ് കാര്യം. എടാ, ഇവന് ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കാര്യം അതൊന്നുമല്ല. തീർച്ചയായിട്ടും ദൈവവചനം പഠിക്കണം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. 42 അല്ല 52 ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം, അതും പഠിപ്പിക്കണം, നോ പ്രോബ്ലം. നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? അപ്പോ നമ്മുടെ ടീച്ചറിന് മാത്രമുള്ള ഒരു ഉത്തരവാദിത്വം. പിന്നെ ഇത്ര പ്രഷറൊക്കെ കയറ്റിയിട്ട് നിങ്ങൾക്ക് ഇന്നിപ്പം നിങ്ങൾക്ക് എത്രയോ കുടുംബങ്ങളെ അറിയാം. ഒരാളെ ഒന്ന് കാണിച്ചു തരും, ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ നല്ല നിലയിലും ഒക്കെ ഇരിക്കുന്ന ഒരാളെ ഒന്ന് പറയാം. നമുക്ക് ഹാർഡ്ലി എത്ര പേരെ കാണിക്കാൻ അറിയാമെന്നേ. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവർക്ക് എടുക്കാവുന്നതിലപ്പുറം യുനോ അവർക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിൽ അപ്പുറം നമ്മൾ അവർക്ക് വെച്ചു കൊടുത്ത് അവരെ ഇതെല്ലാം പഠിപ്പിച്ച് മെനക്കെടുത്തി കൊണ്ടുവന്നിട്ട് ഹൂ നോസ് ഇന്ന് നമ്മളുണ്ടോ അവരുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നാളെ എന്തോന്ന് ആർക്കറിയാം? അപ്പൊ ഈ മൂമെന്റിനെ ഒന്ന് എൻജോയ് ചെയ്യാൻ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് സമ്മതിക്കണം. ഈ മൂമെന്റിനെ ഒന്ന് എൻജോയ് ചെയ്യാൻ. ഒരു സൺഡേ സ്കൂൾ പഠിക്കുമ്പം അതൊന്ന് വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കാനും ആ കോൺസെപ്റ്റ് ഒന്ന് അകത്ത് കയറ്റാനും അതായിരിക്കണം നിങ്ങൾ പുഷ് ചെയ്യുന്നത്. ഇതിന് ഫസ്റ്റ് മേടിക്കണം, എന്റെ കൊച്ചു ഇതിനെല്ലാം ഫസ്റ്റ് ആവണം, എന്റെ കൊച്ചിന് വേണം ഫസ്റ്റ് കിട്ടാൻ എന്നൊക്കെ വാശി പിടിച്ച് അതിനെ ഇട്ട് സ്ക്രൂ ചെയ്ത് അതിനെ ഇട്ട് ഇത്രയും കഷ്ടപ്പെടുത്തി ഈ ഒരു പ്രഷർ നോക്കി. അക്കാഡമിക് പ്രഷർ തന്നെ ഭയങ്കരമാണ്. അതിന്റെ കൂടെ ഇങ്ങനെയുള്ള പ്രഷറും കൂടെ നമ്മൾ കൊടുത്താല് അവരെ എന്തായി തീരും? സൺഡേ സ്കൂളിന് ചില രീതി പറഞ്ഞാൽ സൺഡേ സ്കൂളിന് വരാൻ സമയമില്ല, ചർച്ചിൽ വരാൻ സമയമില്ല, കാരണം ട്യൂഷന് പോകണം, എക്സ്ട്രാ ഓവർ ടൈം ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട്, പരീക്ഷ വരുന്നു ഉണ്ടല്ലോ, ആ ലെവലിൽ പോകുന്നു. അക്കാഡമിക് എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും എല്ലാവരും ഒന്നും എന്തോ വലിയ ഇത്രയൊക്കെ പഠിച്ച് ഒക്കെ ഉള്ളവര് നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെയൊക്കെ എടുക്ക്, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുക. അവരെല്ലാം ഭയങ്കര ഏതോ വലിയ നിലയിലായോ? എന്റെ ഫ്രണ്ട് അബുദാബിയില് ഞാൻ പോയപ്പോ താമസിച്ച് ആ പുള്ളിക്കാരി ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു. എല്ലാരും ഓർത്തു ഇവള് ഡോക്ടർ ആകുന്നു. ഇതാ അവളിപ്പോ വീട്ടിൽ ഇരിപ്പുണ്ട്, പിള്ളേരെ നോക്കി വീട്ടിൽ ഇരിപ്പുണ്ട്. അത് ചെറിയ പണിയാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന് ഇത്രയും പഠിക്കണമായിരുന്നോ? അതിന് ഇത്രയും പ്രഷർ വേണമായിരുന്നോ? അയ്യോ, എന്റെ മോള് ആയിരിക്കണം ഫസ്റ്റ് അടിക്കണേന്ന് പറഞ്ഞു അത് ഇപ്പോഴും എന്റെ പേരൻസിനെ പറയും. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഒന്ന് ഓർത്തു നോക്കി, എന്തിനാ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താകാനാ അല്ലേ? വീട്ടിലിരിക്കാനായിട്ടോ? വീട്ടിലിരിക്കുന്ന എഗെയിൻ അതൊരു ചെറിയ പണിയല്ല, അത് വലിയ പണിയാണ്, വിച്ച് പലർക്കും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാലോ, എന്റെ ഹസ്ബൻഡ് പുള്ളി അവിടെ തനിയെ എല്ലാം മാനേജ് ചെയ്യുക. ഇന്നലെ എന്നോട് പറഞ്ഞു, അയ്യോ എനിക്ക് കിച്ചൺ എനിക്ക് മാനേജ് ചെയ്യാൻ വയ്യെന്ന്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും മാനേജ് ചെയ്യാൻ വയ്യ. അതാണ് നമ്മുടെ സിറ്റുവേഷൻ, യുനോ. അപ്പം ഇറ്റ് ഇസ് ഓൾ ഡിഫിക്കൾട്ട്. എല്ലാവർക്കും ഒന്നും അത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ എത്ര സ്കിൽഡ് ആണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നവര് അല്ലേ? അവർക്കൊരു കയ്യടി നമ്മൾ കൊടുക്കണ്ടേ? അപ്പോ ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞ് പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം കളയരുതേ. അവർ ആ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. നിങ്ങളെ ഒന്ന് അവർ എൻജോയ് ചെയ്യട്ടെ, നിങ്ങളുമായിട്ടുള്ള സമയം അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഈ അവരുടെ ഓരോ മൂമെന്റും വിലപ്പെട്ടതാണ്. അപ്പൊ അതൊന്ന് അവരുടെ ലിവിങ് ഇൻ ദ മൂമെന്റ്, അത് വേറൊരു വിഷയമാണ്. ബട്ട് ഐ എം ടെല്ലിങ് യു, അത് നമുക്ക് വേണം. അപ്പോ ഞാൻ എഗെയിൻ പറയാണ്, നമ്മളെക്കാട്ടി പ്രായമുള്ള പേരൻസ് ആണ് നമുക്ക് എപ്പോഴും എക്സാമ്പിൾസ്. അവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ എല്ലാം കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് എല്ലാവരും ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അവരായിരിക്കുവാണോ ചോദിക്കണം. ചോദിക്കണ്ട, എന്നാലും ഞാൻ പറയുക, അങ്ങനെ ഇല്ലെന്നേ. കാരണം ഇതിനകത്തൊരു കാര്യമുണ്ട്.
നമ്മളെപ്പോഴും ഈ ഒരു കോൺഷ്യസ് പാരന്റിങ് ഇതിനകത്ത് നമ്മൾ വളർത്തുന്നത്, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ കയ്യിൽ ദൈവം തന്ന ഈ കുഞ്ഞിനെയാണ് വളർത്തുന്നത്. അല്ലാതെ മറ്റുള്ളവർ മുമ്പിൽ ഫസ്റ്റ് ആകാനായിട്ടും അവിടെ ടോപ്പറായി നിൽക്കാനുള്ളവരെ അല്ല. നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നത് വിത്ത് ഓൾ ദാറ്റ് ഹിസ് കപ്പാസിറ്റീസ്, ആ കേപ്പബിലിറ്റീസ്, ആ ബ്രെയിനും ഐക്യവും എല്ലാം വെച്ചിട്ട് അത് നമ്മൾ അങ്ങനെ പോഷിപ്പിച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ആരെയാ വളർത്തുന്നത് അറിയാമോ? നമ്മളെല്ലാം വളർത്തുന്ന ആരെയാണെന്നറിയാമോ? നമ്മുടെ ഫാന്റസിയിലുള്ള കുഞ്ഞിനെ. ഓ, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ കുഞ്ഞ് അങ്ങനെ ആയിരിക്കണം. നമ്മൾ അതിനെ വെച്ച് വളർത്തുന്നു. അതല്ല, നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ഡോക്ടർ ആവണമായിരുന്നു, എനിക്കോ ഡോക്ടർ ആവാൻ പറ്റിയില്ല, എൻ്റെ കുഞ്ഞ് ഡോക്ടർ ആവണം. ചില അപ്പച്ചമാരും അമ്മച്ചിമാരും ഉണ്ട്, ലിറ്ററലി പറഞ്ഞതാണ്, മക്കളെ ഈ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഇല്ല, അതുകൊണ്ട് നീ ഡോക്ടർ ആവണം. ഉണ്ടല്ലോ, എടാ അനാവശ്യമായ പ്രഷറാണ് ഈ പിള്ളേർക്കിത്. അപ്പൊ നമ്മുടെ ഫാന്റസിയിലുള്ള കുഞ്ഞിനെ വളർത്താനല്ല ദൈവം നമുക്ക് തന്നേക്കുന്നേ. നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ദൈവം തന്ന നമ്മുടെ കുഞ്ഞിനെ വളർത്താനാ. അപ്പുറത്തെ ആളുടെ കുഞ്ഞിനെ പോലെ വളർത്താനല്ല. നമ്മുടെ കയ്യിൽ തന്നേക്കുന്ന നമ്മുടെ കുഞ്ഞിനെ അതും പ്രകാരം വളർത്താൻ. അതുകൊണ്ട് ഈ ഫാന്റസി വിടണം. നിങ്ങളൊന്ന് ചിന്തിക്കണം ഇത് കഴിഞ്ഞിട്ട്. അങ്ങനെ എനിക്കൊരു ഫാന്റസി കൊച്ചിരിപ്പുണ്ടോ? ആ കൊച്ചിനെയാണോ വളർത്തുന്നത്? അതോ എനിക്ക് സാധിക്കാത്തതിനെ സാധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞിനെയാണോ ഞാൻ വളർത്തുന്നത്? ഇതാണോ എൻ്റെ ഉള്ളിലുള്ളത് എന്ന് ഒന്ന് ചിന്തിക്കണം. ഓക്കെ, നമ്മൾ പലപ്പോഴും നമ്മുടെ വിചാരം നമ്മുടെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന്. നോ, അവരൊരു പ്രത്യേക ഐഡന്റിറ്റിയാണ്, അതൊരു പ്രത്യേക വ്യക്തിയാണ്. അവരൊരു പ്രത്യേക വ്യക്തിയായിട്ട് നമ്മൾ ഫോം ചെയ്യുവാണ്, അല്ലെ? അതിന് നമ്മൾ അവരെ സഹായിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നിങ്ങൾ ഈ വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നോക്കിയേ, ഒരു ഫാദർ ഈ റീസെന്റ് ഒരു ഫാദർ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഇവളെ പോലെ ആക്കത്തില്ല. ആരെ പോലെ? ഭാര്യയെ പോലെ. ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്തായാലും ഞാൻ ഇവളെ പോലെ ആക്കത്തില്ല. അതുകൊണ്ട് ഈ 4 വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ സ്വിമ്മിങ്ങിന് വിടുന്നു, കരാട്ടയ്ക്ക് വിടുന്നു, ഡാൻസിന് വിടുന്നു, മ്യൂസിക്കിന് വിടുന്നു, വോക്കല് വിടുന്നു, ഇൻസ്ട്രുമെന്റ് വിടുന്നു. ഞാൻ ഒരു ടൈമും ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ലിഫ്റ്റിൽ അതിനെ തന്നെ ഇറക്കി വിടും. അത് ക്രോസ് ചെയ്ത് സാധനം മേടിക്കാണ്ട് ഞാൻ കാശ് കൊടുക്കും, തന്നെ പോയി ചെയ്യാൻ പറയും. ഓ മൈ ഗോഡ്, 4 ഇയർ another 5-year-old ഒരു 5 വയസ്സുകാരനെ പറ്റി പറയായിരുന്നു. അതിനെ എന്തോ എനിക്കതിന്റെ അറിയത്തില്ല എന്തുവാണെന്ന്. പുള്ളി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പൈതോഗ്രാമോ അതോ പൈത്തണോ, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്. അത് എന്റെ കുഞ്ഞിനെ ഇത് പഠിപ്പിക്കണമെന്നുള്ളത് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായെന്ന്. ഈ 5 വയസ്സുകാരനെ ഇപ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ആ കൊച്ചു ABCD വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിന് 3 ലാംഗ്വേജ് ഈ 1-ാം ക്ലാസ്സിൽ 5 വയസ്സാകുമ്പോൾ ഫസ്റ്റ് ഗ്രേഡിലല്ലയോ, അല്ലെ? ഗ്രേഡ് 1 അല്ലേ? അതിന് 3 ലാംഗ്വേജ് ആണ്ട് ഫസ്റ്റ് ഗ്രേഡിൽ പഠിക്കണം. അതിന്റെ കൂടെ ഇതൊന്നും പോരാണ്ട് ഇനി മറ്റേ സോഫ്റ്റ്വെയറും കൂടെ പഠിക്കണം. കാരണം ഇതാണ് ഫ്യൂച്ചർ എന്ന് എനിക്ക് മനസ്സിലായത്. വെരി സാഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൾറെഡി അവരൊരു പ്രഷർ വേൾഡിലാണ്. ലൈക്ക് ദേ ആർ ഇൻ എ പ്രഷർ കുക്കർ ഓൾറെഡി. എപ്പോ വേണമെന്നാ ബേസ്റ്റ് ആകും. അത് ബേസ്റ്റ് ആവുന്ന എല്ലാം അവർ അഡോളസന്റ് ടൈമിലായിരിക്കും ഈ പൊട്ടിത്തെറി. അപ്പൊ നമ്മൾ ഓർക്കും, അയ്യോ ഇതെന്താ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, ഇത്ര നാളും കുഞ്ഞിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, എല്ലാം പറയുന്ന പോലെയൊക്കെ കേൾക്കും, ഇപ്പൊ എന്ത് പറ്റി ഓൾ ഓഫ് എ സഡൻ എന്ന് നമ്മൾ പറയും. അതിന്റെ എല്ലാം റീസൺ ഇതാണ്. സോ നമ്മുടെ കയ്യിൽ ദൈവം ഒരു പപ്പറ്റിനെ ഒന്നും അല്ല തന്നത്. നമ്മുടെ കയ്യിലെ എല്ലാ റീസണിങ് പവറുമുള്ള ദൈവത്തിന്റെ ഇമേജിലുള്ള ഒരു കുഞ്ഞിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണെന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള കുറെ അനാവശ്യ പ്രഷറിൽ നിന്ന് ഇവരെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇതിന് സൈക്കോളജിക്കൽ ടേം ഇസ് ന്യൂറോട്ടിക് എന്ന് നമ്മൾ പറയും. ന്യൂറോട്ടിക് എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ വട്ട് എന്ന് വരും, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഈ ചില വട്ടുകൾ നമ്മൾ മാറ്റാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പോ ന്യൂറോട്ടിക് ലെവൽസ് എല്ലാം നീക്കുക. നമ്മളൊരു റിയലിസ്റ്റിക് ലെവലിലേക്ക് നമ്മൾ വരിക. നമ്മൾ നോക്കുക, എൻ്റെ കുഞ്ഞ് ഇത്രയുമേ ഉള്ളൂ, ഇതാണ് റിയൽ. ഞാൻ ഫാന്റസി ഒക്കെ വിട്ടിട്ട് ഞാൻ ആ റിയൽ കുഞ്ഞിനെ എടുത്തൊന്ന് വളർത്തിയ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നറിയാവോ? സോ ദർ ഇസ് എ ഗോൾഡൻ റൂൾ, അല്ലെ? ഒരു ഗോൾഡൻ റൂൾ ഉള്ള ഒരു വേഴ്സ് ഉണ്ടല്ലോ. ഏതാ വേഴ്സ്? നിങ്ങൾ പറ, ഞാൻ എന്താ സംസാരിച്ചതായി പോയി, പറ. ഓക്കെ, 41 ആയി, ടൈം ഒട്ടുമില്ല. ഗോൾഡൻ വേഴ്സസ് മാത്യു 7:12. എന്തുവാ? ട്രീറ്റ് അതേഴ്സ് ഹൗ യു വോണ്ട് ടു ബി ട്രീറ്റഡ്. നമ്മുടെ ഒരു മോട്ടോ ഇതായിരിക്കണം. നമ്മൾ എപ്രകാരം നമ്മളെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നോ, വാട്ട് വി വോണ്ട് അതേഴ്സ് ടു ഡു ഫോർ us, ദാറ്റ് വി ഹാവ് ടു ഡു ഫോർ ദം. അയ്യോ, ആ കൊച്ച് ഫസ്റ്റ് അടിക്കട്ടെ, ആ കൊച്ച് നന്നായിട്ട് പഠിക്കട്ടെ, ആ കുഞ്ഞിന് നല്ലത് വരട്ടെ എന്ന് പറയണം നമ്മൾ. അല്ല നമ്മുടെ മാത്രം പിടിച്ചോണ്ട് ഇരിക്കല്ലേ. ഓക്കെ, അത് പറഞ്ഞതിന് വിടുന്നു.
നെക്സ്റ്റ് ഇസ് ക്രിയേറ്റ് എ ഡിസിപ്ലിൻ പ്ലാൻ. ടൈം ഇച്ചിരി കൂടിപ്പോയെന്നറിയാം, ഐ എം വെരി സോറി. ക്രിയേറ്റ് എ ഡിസിപ്ലിൻ പ്ലാൻ. യു സി, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഫുൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കൊരു ഡിസിപ്ലിൻ വേണമല്ലോ. അത് നമ്മുടെ ദൈവവചനം നന്നായി പറയുന്നുണ്ട്. ദാറ്റ് യു ഹാവ് ടു ട്രെയിൻ യുവർ ചൈൽഡ്, യു ഹാവ് ടു ഡിസിപ്ലിൻ യുവർ ചൈൽഡ്. ഇതൊക്കെ എന്തിനാ? നമ്മൾ കൊടുക്കുന്ന ആ ഒരു മോറൽ വാല്യൂസ്, നമ്മൾ അവരെ ബിൽഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ തന്നെ ബിൽഡ് ചെയ്യേണ്ടവരാണ്. നമ്മളാണിത് അവർക്ക് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? അപ്പൊ ദിസ് ഇസ് ഓൾ റിക്വയർഡ്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? വി നീഡ് ടു ഹാവ് ഒരു ഡിസിപ്ലിൻ ചാർട്ട്, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ, ഒരു സ്കെഡ്യൂളൊക്കെ നമുക്ക് ഉണ്ടാവണം. സോ ഈ കുർത്തക്കേടുകളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമുക്കൊരു ഡിസിപ്ലിൻ വേണ്ടി വരുന്നത്. അത് സമ്മതിച്ചല്ലോ. അപ്പം ഇത് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ടു ബിൽഡ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമാണ്. അപ്പം അതിന് എന്താണ് ആദ്യമേ തന്നെ എന്താ വേണ്ടത്? വാട്ട് വി നീഡ്? ആദ്യമേ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാരിറ്റി ഇൻ നമ്മളെ എല്ലാ എക്സ്പെക്ടേഷനിലും, ക്ലാരിറ്റി ഇൻ എക്സ്പെക്ടേഷൻസ് അത് വേണം. ഞാൻ ചിന്തിച്ച കൂട്ടല്ല എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഞാൻ ഇതാ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൊച്ച് ടി വി കണ്ടോണ്ടിരിക്കുക. ഇത്ര നേരമായിട്ട് നീ ടി വി കണ്ടോണ്ടിരിക്കുവാണോ? അല്ലെങ്കിൽ കളിക്കാൻ പോയി, ഇതുവരെ നീ കളിച്ച് ഇത്ര നേരം നിന്നോട് കളിക്കാൻ ആര് പറഞ്ഞു? എടാ, അന്നേരം ഇവനോട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഇത്ര സമയം കളിക്കാൻ പാടുള്ളൂ, ഇത്ര സമയം ടി വി കാണാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അത് നമ്മൾ ക്ലിയർ ആക്കണില്ല, ചിന്തിക്കല്ല. അവൻ 1 മണിക്കൂർ ആകുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരും, അല്ലെ 1 മണിക്കൂർ ടി വി കാണാൻ അവൻ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് വെറുതെ ഡു നോട്ട് കൺഫ്യൂസ് അവർ ചിൽഡ്രൻ. ലെറ്റ് us be very clear in what we expect out of them and how നമ്മുടെ ഫാമിലി പഠിപ്പിക്കാൻ പറയും, ഫാമിലി റൂൾസ് ഉണ്ട് നമുക്ക്. അതുപോലെ ആ റൂൾസ്, ഡൂസ് എന്തുവാ, ഡോൺസ് എന്തുവാ, ടൈം പീരീഡ് എന്താണ്, ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിക്കേ. ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കുമ്പം അവർ അതിനകത്ത് ഫോൾ ചെയ്യും. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ചിന്തിച്ചു, അയ്യോ അവൻ ഇത്ര നേരം അവന്റെ ഫോണിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു, എന്നിട്ട് അവനെ അതിനകത്ത് ഷൗട്ട് ചെയ്യുക. നോ, യു ടെൽ ദം, ഒരു കോൾ വന്നാൽ ഇങ്ങനെ ആയിരിക്കണം, ഫോണ് ഇത്ര സമയത്ത് മാറ്റി വെക്കണം, ഉണ്ടല്ലോ, ഒരു ടൈം ടേബിൾ ഗിവ് ദം. അതിലേക്ക് ഞാൻ ഒന്നുകൂടെ വരാം. അപ്പം ഈ ലിമിറ്റ്സ് എന്താണെന്നുള്ളത് അവരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ വെൻ യു സേ ഡിസിപ്ലിൻ, ദർ ഇസ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, അല്ലെ? അപ്പോ ലെറ്റ്സ് സേ ഒരു 5th ഗ്രേഡറിന്, ഒരു 5ാം ക്ലാസ്സിൽ ഒരു കൊച്ചിന് മാർക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, ലോ മാർക്സ് കിട്ടി. അവൻ ഈ റിസൾട്ട് വീട്ടിൽ പറഞ്ഞില്ല. ഓക്കെ, നിങ്ങൾ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അതൊന്ന്. ഇനി നമ്മുടെ ഒരു ടീനേജറിലേക്ക് വരാം. ഒരു ടീനേജർ, യു സീ ദാറ്റ് ഒരു ബോയ് കോൺസ്റ്റന്റ്ലി ചാറ്റിംഗ് ടു എ ഗേൾ. ഓക്കെ, ഭയങ്കരമായിട്ടൊരു ഇതുണ്ടെന്നുള്ളത് ഫോണിൽ നിന്ന് മനസ്സിലായി. ഹൗ വിൽ യു റിയാക്ട്? എങ്ങനെയുള്ള റിയാക്ഷൻ എടുക്കും? പൊട്ടിത്തെറിക്കുവോ? ബ്ലാസ്റ്റ് ചെയ്യുമോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോഴത്തേക്ക് നമ്മള് പലതും അവർ ചെയ്യാത്തതും എല്ലാം നമ്മൾ ചിന്തിച്ചു കൂട്ടുമായിരിക്കും. നമ്മളൊന്ന് സമാധാനമായിട്ട് ആ കുഞ്ഞിനോട് സംസാരിക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പലതും ചിന്തിച്ചെടുക്കും. ആൻഡ് നമ്മുടെ ഡിസിപ്ലിൻ പ്ലാൻ എന്തോന്നറിയാമോ? നമ്മുടെ പണിഷ്മെന്റ് എന്തോന്നറിയാമോ? നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ആ തെറ്റും കൂടെ ഞാൻ പറഞ്ഞ്, ഐ ഡോണ്ട് തിങ്ക് ബാക്കിക്ക് സമയമുണ്ടെന്ന്, ബട്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്, വിച്ച് മിക്ക പിള്ളേരും വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവരൊരു തെറ്റ് ചെയ്തല്ലേ, അവര് ലോ മാർക്സ് കിട്ടി, അവരെ റിസൾട്ട് ഹൈഡ് ചെയ്തു. അത് പാടില്ലായിരുന്നു, കാരണം നമ്മുടെ സിഗ്നേച്ചർ വേണമല്ലോ, അത് എന്തായാലും കാണിച്ചില്ല. ഈ ഒരു ബോയ് ഗേളിനോട് സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു ലോങ് ടൈം, ആൻഡ് വി തിങ്ക് അതെന്താണ്ട് വേറെയാണെന്ന് വി തിങ്ക്, ആൻഡ് ദെൻ വി ക്യാൻ ക്വസ്റ്റ്യൻ ഇറ്റ്. അതുകൊണ്ട് ബട്ട് നമ്മൾ ഈ പലപ്പോഴും ഇവരെ തിരുത്തുമ്പോൾ വി ബ്രിങ് ഗോഡ് ഇൻ ടു ദിസ് ഈച്ച് ആൻഡ് എവറി ടൈം. നമ്മളിവിടെ, നിനക്കറിയാമോ നീ എത്ര വലിയ തെറ്റാ ചെയ്യുന്നത്, ഇത് ഹൈഡ് ചെയ്ത് വെച്ചത് എത്ര വലിയ തെറ്റാ ചെയ്തത്, നീ ഞങ്ങളോടും തെറ്റ് ചെയ്തു, ദൈവത്തോടും തെറ്റ് ചെയ്തു, ദൈവം നിന്നെ അടിക്കും, ഞങ്ങൾ നിന്നെ അടിക്കും, ഉണ്ടല്ലോ ഈ രീതിയിൽ. നീ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തുവാ, ഇനി എനിക്ക് അവരുടെ മുഖത്തോട് നോക്കാൻ പറ്റുമോ, നാളെ നിന്റെ കംപ്ലൈന്റും കൊണ്ട് വരുമ്പം എന്തായിരിക്കും, ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്, ഇത് എന്തൊരു തെറ്റാ, ഇത് ദൈവം നിന്നെ ശിക്ഷിക്കും, നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, നീ ക്ഷമ പറ, നീ മുട്ടുമടക്കട, ഇപ്പം മടക്കട എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോഴത്തേക്ക് അവനെ അവിടെ നമ്മൾ ദൈവവുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യും. നൗ ഇതിലെവിടെ തെറ്റെന്താ? നമ്മൾ പറയും നമുക്ക് ദൈവം എല്ലാത്തിലും ഉണ്ടെന്നല്ലേ. ഓ യെസ്, നമുക്ക് ദൈവമൊക്കെ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ യു സി, നമ്മുടെ ഈ പണിഷ്മെന്റ്സിലെ നമ്മൾ ഈ അവരെ പഠിപ്പിക്കൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ പഠിപ്പിക്കൽ രീതികളിൽ പഠിപ്പിക്കുമ്പം അവരെന്ത് തെറ്റ് ചെയ്തോ, ലെറ്റ് us just point to that. നമ്മൾ അതിനെക്കുറിച്ച് പറ.
മോനെ നീ റിസൾട്ട് മാറ്റി വെച്ചത് എന്താ, ഇത് തെറ്റായി പോയില്ലേ, നിങ്ങൾ പറഞ്ഞു ദാറ്റ് മച്ച് ഇസ് ഫെയർ, ഇത് മാറ്റി വെച്ചില്ലേ, ഇത് എന്തായാലും അമ്മയെ കാണിക്കേണ്ടതല്ലേ, കുഞ്ഞെന്താ കാണിക്കാതിരുന്നത്, അത് പറയാം. ഇനി അവൻ കാണിക്കാതിരുന്നതിന് വേറെ റീസൺസ് ഉണ്ട്. അവൻ ഡെഫിനറ്റ്ലി ഫിയർ ചെയ്തോണ്ടല്ലേ കാണിക്കാത്തത്. നമ്മളുമായിട്ട് അത്രയും ബന്ധം ഇല്ലെങ്കിൽ, അവന്റെ പേരൻസുമായിട്ട് അത്രയും ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അവൻ ഹൈഡ് ചെയ്യും. ഹൈഡ് ചെയ്തത് വെറുതെ അല്ല, അവൻ ഫിയർ കാരണം ഹൈഡ് ചെയ്തതാ. അപ്പൊ അവന്റെ ആ ഫിയർ ഫാക്ടറിനെ ഒന്ന് അഡ്രസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, മോനെ നീ പേടിച്ചു പോയോ, അമ്മ കൂടിപ്പോയി എന്തോ ചെയ്യാനാ മക്കളെ, അമ്മയൊന്ന് അടിക്കുന്നല്ല ഉള്ളോ, അത്രയല്ല ഉള്ളോ, അന്നേരം ഒന്ന് അടിച്ചാലും പിന്നെ അമ്മ അങ്ങനെ അല്ലല്ലോ, അല്ലെ ഉണ്ടല്ലോ അതിനകത്ത് വേറെ പിന്നെ അങ്ങനെ അല്ലല്ലോ കണ്ടിന്യൂ ചെയ്ത്, അന്നേരം അടിക്കുമല്ലോ. പക്ഷെ മോൻ ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. സോ ഇനി മുതൽ കുഞ്ഞത് ചെയ്യല്ല, റിസൾട്ട് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും കുഞ്ഞു കൊണ്ട് കാണിക്കണം, അവിടെ കാര്യം തീരും. അത്രയും പറയുമ്പോ അവനും സമാധാനവും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇനി അവൻ ഹൈഡ് ചെയ്യുമോ, ചെയ്യത്തില്ല. നോ, ഒരു പ്രായമുള്ള യങ്സ്റ്റർ, ഒരു യങ് അഡൾട്ട് സംസാരിച്ചു, ഒരു പെങ്കൊച്ചിനോട് സംസാരിച്ചു, കുഞ്ഞെ നീ എന്തുവാടാ ഇത്രയും സംസാരിക്കുന്നത്, അതും ഈ ഓഡ് ടൈമില്, അത് ശരിയാണോ, ആരാ ഇത്, അമ്മയ്ക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നീനോ അവനുമായിട്ടൊരു കോൺവെർസേഷനേ ആകാവുള്ളൂ. അല്ലാതെ വടിയും കൊണ്ട് ദയവേത് വടിയും കൊണ്ട് നിൽക്കരുത്. നിങ്ങളുടെ യങ്സ്റ്റേഴ്സിനെ വടിയും കൊണ്ട് അടിക്കാൻ നോക്കരുത്. വടിയും കൊണ്ടല്ല നിൽക്കേണ്ടത്, അവരെ ചോദ്യം ചെയ്ത് ക്വസ്റ്റ്യനിങ്. ഇഫ് യു റിയലി ടേക്ക് നിങ്ങളുടെ ഒരു ദിവസത്തെ കോൺവെർസേഷൻസ് എല്ലാം കൂടെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ യു വിൽ സീ ദാറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ ഭർത്താവിനോടും ഒക്കെ ഒറ്റ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും, അല്ലാതെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാരെയും നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഈ ദൈവത്തെ ഇതിനകത്ത് കൊണ്ടുവരലെന്ന് പറയാനുള്ള റീസൺ, നമ്മൾ ദൈവത്തെ പഠിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവമില്ല വെച്ചാൽ ദൈവം ആരാണെന്നാ ചോദിക്കുന്നേ, എന്തിനാ ദൈവം എന്നാ ചോദിക്കുന്നേ. നമ്മളെ പ്രീതിപ്പെടുത്താനായിട്ട്, പേരൻസിനെ പ്രീതിപ്പെടുത്താൻ ചർച്ചിലൊക്കെ വരുന്നുണ്ട് അല്ലേ. ഒരു പ്രായമായി കഴിയുമ്പം അവരതൊന്ന് സ്റ്റോപ്പ് ചെയ്യും, കാരണം അവർക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചർച്ചയിൽ വരാത്തവരല്ല ഇനി ദൈവമില്ലെന്നുള്ളത് ദയവേത് കൺക്ലൂഷനിലേക്ക് എത്തല്ല. നോ ജഡ്ജ്മെന്റ്സ്, അങ്ങനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇങ്ങനെ ആക്കരുത്. നമ്മുടെ ഒരു ബിഹേവിയർ, നമ്മുടെ ഒരു ആക്ഷൻ കാരണം, നമ്മുടെ ഒരു പഠിപ്പിക്കൽ കാരണം നമ്മുടെ കുഞ്ഞിങ്ങനെ ഫീല് ചെയ്യരുത്. അപ്പം ഇതെന്ത് ചെയ്യുമെന്നറിയോ, ഇത് കുറെ ഗിൽട്ടി ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും, കുറെ ഗിൽട്ടി ആക്കും. അവർക്ക് ഗിൽട്ടി ഫീലിംഗും ഉണ്ട്, അവർക്ക് പെർഫോം ചെയ്യാനും വയ്യ ഉണ്ടല്ലോ. അവരെല്ലാം അകത്ത് വെച്ച് ഇതും കൂടെ ആകുമ്പോൾ അവർക്ക് പിന്നെ ദൈവത്തെ വിളിക്കാൻ വയ്യ. കാരണം ദൈവം എന്താണ്ട് വടിയും കൊണ്ട് നിൽക്കുമല്ലേ അവരെ ശിക്ഷിക്കാനും അവരെ പണിഷ് ചെയ്യാനും. അങ്ങനെ ആക്കരുത്. പകരം നമ്മൾ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞതേയില്ല. മോനെ നീ എന്തിനാ ഹൈഡ് ചെയ്തേ, ഇത് ചെയ്യലല്ലോ, അത് പാടില്ലല്ലോ, കുഞ്ഞിനി അങ്ങനെ ചെയ്യരുത്, എന്തായിരുന്നുള്ളത് അവനോട് ചോദിക്കുക, വാട്ട് മെയ്ഡ് യു ഡു ദിസ്. അപ്പൊ അവന്റെ ഫിയർ പറഞ്ഞാല്, മോനെ അത്ര അമ്മയെ പേടിക്കണോ, കുഞ്ഞ് പേടിച്ചു പോയോ, ഐ എം സോറി ഫോർ ഇറ്റ്, അമ്മ അങ്ങനെയാണ് കുഞ്ഞ് കണ്ടേക്കുന്നത്, ഐ എം സോറി. അമ്മ പലപ്പോഴും അങ്ങനെ അമ്മയുടെ ആ ഒരു ഫ്രസ്ട്രേഷനിലൊക്കെ പലപ്പോഴും കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, അവിടെ ഒരു അപ്പോളജി ഓക്കെയാണ്. ആൻഡ് ദെൻ അവനത് ചെയ്യില്ല. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കും ബാക്കി പറ, നിങ്ങൾ വചനം കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബാക്കി അവനെ പഠിപ്പിക്കേ, ഹൈഡ് ചെയ്യാൻ പാടില്ല, കള്ളത്തരം ചെയ്യില്ല, ആ ബൈബിളിൽ നിന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്ക്, ചെയ്തോളൂ, നോ പ്രോബ്ലം. ബട്ട് ഇനി യുവർ പ്രോബ്ലംസ് അവനെ കറക്റ്റ് ചെയ്യുമ്പോൾ, അവളെ കറക്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ദൈവത്തെ കൊണ്ടുവന്നാൽ they will not take this in the right sense. They will have an aversion to God. So അത് ചെയ്യാതിരിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം മാറ്റുവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടീനേജേഴ്സ് ഒക്കെ അട്രാക്ഷൻസ്, അത് നാച്ചുറൽ ആണ്, അവർക്ക് അട്രാക്ഷൻസ് ഉണ്ടാകും, അവർക്ക് ഇൻഫാക്ച്വേഷൻസ് ഉണ്ടാകും. ഞാനതെല്ലാം നിങ്ങളങ്ങ് പ്രോത്സാഹിപ്പിക്കാനല്ല പറയുന്നത്. പക്ഷെ ഇന്ന് അവരെ കറക്റ്റ് ചെയ്യേണ്ടത്, മക്കളെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അമ്മയ്ക്കും അപ്പയ്ക്കും ഒക്കെ ഇതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ എന്റെ പൊന്നുമോൻ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകരുത്, എന്റെ മോള് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കയറരുതേ. കാരണം അതിനൊരു സമയമുണ്ട്. ഇന്ന് കുഞ്ഞിന്റെ ടാസ്ക് പഠിക്കുക എന്നുള്ളതാണ്. കുഞ്ഞ് പഠിക്ക്, ഇച്ചിരൂടെ പ്രായമാവട്ടെ, മെച്ചോർ ആകട്ടെ, അന്ന് കുഞ്ഞിന് എന്തോ തോന്നുള്ളത് അമ്മയെടുത്ത് പറ എന്ന് ഉള്ളൊരു മൂവിലേക്ക് വേണം ഒരു ടീനേജറിനെ ഡീൽ ചെയ്യാനായിട്ട്. സോ ഞാൻ അത് പറഞ്ഞ് അവിടെ നിർത്തുവാണ്. ലൈക്ക് ഒരു ഫാദർ ഒരു ഡോട്ടറുമായിട്ട് നല്ല റിലേഷൻ ആണെങ്കിൽ, ഒരു നല്ല ഉണ്ടല്ലോ, അവർക്കൊരു ഹഗ്ഗും അവർക്കൊരു ക്വാളിറ്റി ടൈമും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞ് വേറൊരാളെ അന്വേഷിച്ച് പോകത്തില്ല. ഒരു മദർ അവരുടെ മോനുമായിട്ട് ആൺകൊച്ചുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിൽ, ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് അവിടെ ഉണ്ടെങ്കിൽ ആ മോന് ഒരിക്കലും വേറെ ആരെയും അന്വേഷിച്ച് പോകത്തില്ല. അപ്പൊ നമ്മുടെ എല്ലാം കൺസെന്റോട് കൂടിയൊക്കെ ഉണ്ടാകും. ഇനി അങ്ങനെ പോയവർ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ മാറ്റണം, അതെല്ലാം പേരൻസിന്റെ കുറ്റമല്ല. പ്ലീസ് ഡു നോട്ട് ബ്ലെയിം യുവർ സെൽഫ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്റൻഷനലി ആരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവർക്ക് ദ്രോഹം ഉണ്ടാകാനായിട്ടല്ല, അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ
ഉണ്ടല്ലോ, അവരെ തെറ്റായിട്ട് വഴി പോകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ എല്ലാം ഇന്റൻഷൻസ് കറക്റ്റ് ആണ്. ഇനി നമ്മളെല്ലാം നന്നായിട്ട് പഠിപ്പിച്ചാലും നമ്മൾ എല്ലാ രീതിയിലും നല്ലതായിട്ട് ചെയ്താലും ദർ ഇസ് എ പേഴ്സൻറ്റ് അങ്ങനെ പോകുന്നത്. എഗെയിൻ അവിടെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് എന്താ ഉണ്ടാവുമെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ബിക്കോസ് നമ്മൾ നമ്മുടെ വഴിയിൽ തന്നെ കുഞ്ഞുങ്ങളാകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ രീതിക്ക് തന്നെ അവരാകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതല്ല, അവർക്കൊരു പ്രായമായി, ആ പ്രായത്തിൽ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു ഒരു പ്രായം വരെ. അത് കഴിഞ്ഞിട്ട് അവർക്ക് തോന്നുന്നത് പോലെ പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് അവർ പിന്നെ അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അവിടെയും നമ്മൾ കയറി പേരന്റിങ് ആക്ച്വലി ആവശ്യം ഇല്ല. ബട്ട് അതിലേക്ക് ഇപ്പൊ വരാനായിട്ട് ഇല്ല. ഈ ഒരു ഡിസിപ്ലിൻ ഭാഗം കൂടെ പറഞ്ഞ് ബാക്കി ഞാൻ പറയുന്നില്ല, നിർത്തുകയാണ്. നമ്മുടെ ഇപ്പം സ്ക്രീൻ ടൈം, ഇതൊക്കെ എപ്പോഴും വരുന്ന ഒരു കേസസ് ആയതുകൊണ്ട് ഞാൻ പറയുക. സ്ക്രീൻ ടൈം, എൻ്റെ കുഞ്ഞ് എപ്പോഴും ഇത് സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം നമ്മൾ അവരെ പണിഷ് ചെയ്യുന്നത്, യു ഹാവ് ടു ഗിവ് എ പണിഷ്മെന്റ്. ആ പണിഷ് ചെയ്യുന്നത്, എന്നാ ഇന്ന് നിനക്ക് ഇന്ന് ശാപ്പാടില്ല, അതുകൊണ്ട് നീ ഇന്ന് കഴിക്കണ്ട, അല്ലെങ്കിൽ ഇനി നാളെ നീ നിന്റെ ഫ്രണ്ട്സിനെ കാണണ്ട, ഇങ്ങനെയുള്ളതായിരിക്കില്ല. സ്ക്രീനാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ സ്ക്രീനെ തന്നെ കയറി പിടിക്കണം. ഓക്കെ, സ്ക്രീനെ പിടിച്ചിട്ട് എന്ന് വെച്ചാൽ അതിലായിരിക്കണം നിങ്ങളുടെ ആ പണിഷ്മെന്റ്. ഓക്കെ, 1 hour ആയിരുന്നു സ്ക്രീൻ ടൈം, നീ അതിൽ കൂടുതൽ കണ്ടതുകൊണ്ട് നാളെ നിനക്ക് സ്ക്രീൻ ടൈം ഇല്ല. അങ്ങനെ ആയിരിക്കണം. ഇപ്പം 2 കുഞ്ഞുങ്ങൾ ഒരു ടോയ്സ് വെച്ച് കളിക്കുമായിരുന്നു, പെട്ടെന്ന് അത് വഴക്കാകുമ്പം ഉടനെ എല്ലാ ടോയ്സും കൂടെ പിടിച്ച് മാറ്റി വെക്കുക, ഇനി ഇന്നും വല്ല കളിയില്ല എന്ന് പറയാതെ ആ ടോയ് മാറ്റി വെക്കണം. നാളെ ഈ ടോയോട് ഇനി നിങ്ങൾക്ക് ആ കുട്ടി കളിക്കുന്നില്ല. അപ്പം ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഇതിങ്ങനെ ഈ ഒരു വഴിക്കാണല്ലോ പോകുന്നതെന്ന്. ലൈക്ക് ഫുഡ് കഴിക്കാതെ ഫുഡ് വെച്ച് കളിക്കുന്ന പിള്ളേരുണ്ട്. ടേബിൾ നമ്മൾ എത്ര പഠിപ്പിച്ചാലും കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോ അവർ ആ മീൽ ടൈം നിങ്ങൾ അങ്ങ് മാറ്റണം. ഇന്നത്തെ മീൽ ഇവിടെ കഴിഞ്ഞു, അവരിനി പിന്നെ ഫുഡ് വെച്ച് കളിക്കില്ല, അതങ്ങനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളൊരു ടീനേജറിനോട് ഇത് ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല. ഒരു ടീനേജറിനോട് നമ്മൾ സംസാരിക്കുക വേണ്ടത്, കോൺവേഴ്സ് ചെയ്യണം. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് വിത്ത് എ ടീനേജർ. സംസാരിക്കണം, മോനെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ, വാട്ട് ഇസ് ദി ആക്ച്വൽ ഇഷ്യൂ ഹിയർ, ആൻഡ് ഹി വിൽ ടോക്ക്, ഷീ വിൽ ടോക്ക്. നൗ ഒരു ഡിസിപ്ലിൻ എല്ലാം വരുമ്പോഴും ലെറ്റ് ഇറ്റ് ബി സപ്പോർട്ടീവ്. ദാറ്റ് ഇസ്, ബൈ സപ്പോർട്ടീവ് ഐ മീൻ ഇതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിലെല്ലാം കുഞ്ഞുങ്ങളെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം. ഓക്കെ, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇങ്ങനെയാ വേണ്ടത്. ഓക്കെ, ഇതാണ് ടൈം, സ്ക്രീൻ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുക, സ്ക്രീൻ ടൈം ഇത്രയാന്ന് അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യാതെ യു ആസ്ക് ദെം, മക്കളെ ലെറ്റ് us fix the screen time. എത്ര വേണം, എത്ര നേരമാണ് വേണ്ടത്, have a discussion so that he will also feel responsible to follow it. മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ചിലത് നമ്മുടെ പിടിവാശികൾ കുഞ്ഞുങ്ങള് ലൈക്ക് ഒരു കുക്കി കൊടുത്തു, 2 കുക്കി കൊടുത്തു, ഒരു കുക്കിയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാം നോ, ഇനി കുക്കീസ് ഇല്ല. ദാറ്റ് ചൈൽഡ് വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇൻസ്റ്റെഡ് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ടെൽ ദം, മക്കളെ 3 കുക്കീസേ പാടുള്ളൂ, ഇനി അടുത്തൊരു കുക്കി ഇസ് നോട്ട് ഹെൽത്തി ഫോർ യു. ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെയും വാശി പിടിച്ച് കരയാറുണ്ട് അല്ലേ, അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ ആ കുഞ്ഞുങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? യു ഹാവ് ടു ഗിവ് ദം ഓപ്ഷൻസ്. പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറും. അപ്പൊ നമ്മൾ പറയണം, ഓക്കെ, യു വാണ്ട് എ ബനാന ഓർ ആപ്പിൾ, ഇതിലേത് വേണമെന്ന് പറ. അല്ലെ, യു വാണ്ട് വാട്ടർ, യു വാണ്ട് ഗോ ആൻഡ് സ്ലീപ്, എന്താ ഇതിലേതാന്ന് പറ. ദേ വിൽ ഓപ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പോണം. നെക്സ്റ്റ് ഡേ ഓൾസോ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് ഇത്രയുമേ പാടുള്ളൂ. പിന്നെ അവർ അത് ആ വിഷയം വെച്ചിട്ട് കരയില്ല. ഓക്കെ, നൗ കൺട്രോളിങ്, ബാക്കി കുറെ പറയാനുണ്ട്. ഐ എം വെരി സോറി, ടൈം ഓവർ ആയെന്ന് എനിക്കറിയാം. സോ ഇവിടെ ഇത് നിർത്തുന്നു. ഇത്രയുമൊക്കെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിനോട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമുക്ക് എപ്പോൾ വേണമെന്ന ഒരു റീസ്റ്റാർട്ട് ഇസ് പോസിബിൾ. നമ്മൾ ഇവിടം കൊണ്ട് എല്ലാം തീർന്നു, ഇനിയും പേരന്റിങ് തീർന്നു, അയ്യോ എനിക്ക് ഇനിയും ഗിൽട്ടിയാണ്, ഞാനാണ് റീസൺ എന്ന് പറഞ്ഞിരിക്കല്ല. ഇവിടെ എല്ലാം നമുക്ക് എപ്പോൾ വേണമെന്ന ഒരു കറക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. ഇന്നാണേലും നമ്മുടെ കുഞ്ഞിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാം നമുക്ക് ദൈവം തന്ന ആ കാഴ്ചപ്പാടിനൊത്തവണ്ണം വചനത്തിന്റെ ആ വെളിച്ചത്തില് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയട്ടെ. എല്ലാവരെയും, എല്ലാ മാതാപിതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അമ്മമാരെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ. ആ കൃപയും ജ്ഞാനവും എല്ലാം തന്ന് ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിന് എന്നെ ക്ഷണിച്ച് എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത്രയും സമയം തിരുവചനാടിസ്ഥാനത്തിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ തലമുറകൾക്ക് നമ്മൾ എങ്ങനെ മാതൃകയായിരിക്കണമെന്നും അവരെ എങ്ങനെ ദൈവവചനാടിസ്ഥാനത്തിൽ വളർത്തണമെന്നെല്ലാം വാത്സല്യ ആന്റിയിലൂടെ നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം നല്ല ഉപകാരപ്രദമായ നല്ല ക്ലാസ് ദൈവവചനാടിസ്ഥാനത്തിൽ ആന്റിക്ക് എടുക്കുവാൻ ദൈവം സഹായിച്ചു. ഇങ്ങനെ നല്ലൊരു അവസരം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളോടൊത്ത് നമ്മളോടൊത്ത് നമ്മുടെ ലേഡീസ് മീറ്റിംഗിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ ദൈവവചനം സംസാരിപ്പാൻ പേരന്റിന്റെ നമ്മുടെ തലമുറകളെ എങ്ങനെ വളർത്തണമെന്ന് ദൈവവചനാടിസ്ഥാനത്തിൽ സംസാരിപ്പാൻ ആന്റി തന്റെ സമയത്തെ വേർതിരിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും ദൈവസഭയുടെ എല്ലാ സഹോദരിമാരുടെയും പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. പിന്നെ അനേകർക്ക് അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മീറ്റിംഗിന് ഇന്ന് രാത്രികാലം നമ്മുടെ മീറ്റിംഗ് വാത്സല്യ പാസ്റ്റർ അമ്മച്ചി പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി അമ്മച്ചിയെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം ദിവസന്നിധിയിലായിരിക്കാൻ തക്കോണം കർത്താവ് കൃപ ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മിജിയിൽ നിന്ന് ഇത്രയും നല്ല ഒരു തോട്ട്സ് ഒക്കെ കേൾക്കാൻ ഇടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങൾ വളർത്തിയെടുത്ത് വന്നതായതുകൊണ്ട് ഈ നിലയിൽ ഒന്നായിത്തീരുന്നത് കണ്ടത് എനിക്ക് ഏറ്റവും സന്തോഷം. എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കൂടുതൽ സന്തോഷം തോന്നുന്നു. സ്തോത്രം. എല്ലാറ്റിനും നന്ദി. പ്രത്യേകിച്ച് മിജിക്ക് നന്ദി പറയുന്നു. സഭയുടെ എല്ലാവരുടെയും ഉള്ള സ്നേഹവും സഹകരണവും എല്ലാം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ സമയം വളരെ പോയി. ഇനിയും പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറയാം. കർത്താവേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് കർത്താവെ ദൈവവചന അടിസ്ഥാനത്തിൽ കർത്താവെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് ഒന്നുകൂടെ ഒന്ന് ഓർക്കാനും കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെയും ജീവിതത്തെയൊക്കെയും ഒന്ന് ക്രമീകരിക്കാനൊക്കെയും കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം ചെയ്ത് കർത്താവെ ഞങ്ങള് കുഞ്ഞുങ്ങളൊക്കെയും കർത്താവെ കുടുംബമായിട്ട് കർത്താവെ ദൈവിക കർത്താവെ പിതാവിന് ഇഷ്ടമുള്ള ഒരു കുടുംബ ജീവിതമൊക്കെയും നയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി കർത്താവെ ഓരോ സ്ഥാനത്താക്കുവാനൊക്കെയും കർത്താവ് വേണ്ട ആലോചനയെല്ലാം തന്ന് ഓരോ ദിവസവും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാണ് ഞങ്ങൾക്ക് ആവശ്യം കർത്താവേ സ്തോത്രം. അതിനുവേണ്ടി ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. കൂടിയെന്ന് വന്ന എല്ലാവരെയും കരങ്ങളിൽ വയ്ക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഓർക്കുന്നു. ജോലിയില്ലാത്തവരെയും സൗഖ്യമില്ലാത്തവരെയും എല്ലാം ഓർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം. സഭയുടെ അതിരും വിസ്തീർണപ്പെടുത്തണേ. പുതിയ ആത്മാക്കളെ ഇനിയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. വരാൻ കഴിയാത്തവർക്കായി സ്തോത്രം. യാത്ര ചെയ്യുന്ന മോനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും അണിപ്പെടുത്തുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. അപ്പൊ ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാലേ വരവിന് വേണ്ടി ഒരു ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കെട്ടുത്തര വരണമേ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടും കൂടെയും പ്രത്യേകിച്ച് മിജിയോട് വചനം സംസാരിച്ച മിജിയോടുകൂടെയും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ.